your time and repeat and say with every heartbeat, La ilaha illallah, and say with every heartbeat, La ilaha illallah. Every night and every day, every night and every day, never forget. Alhamdulillah. 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 الذي أفاض على عباده النعمة وكتب على نفسه الرحمة وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أرسله رحمة للعالمين وقدوة للآمنين بعثه للإيمان مناديا وإلى دار السلام داعيا وللخليقة هاديا ولكتابه مبينا وتاليا وبمرضاته سائيا وبالمعروف آمرا وبالمنكر ناهيا. اللهم صل على روح سيدنا محمد بالأرواح. اللهم صل على جسد سيدنا محمد في الأجساد. اللهم صل على قبر سيدنا محمد في القبور. اللهم صل على ترب سيدنا محمد في التراب. اللهم صل على صورة سيدنا محمد في الصور. اللهم صل على اسم سيدنا محمد في الأسماء وعلى آله وصحابه الفائزين أجمعين. يا جابر كل جبار ويا مونس كل وحيد ويا صاحب كل غريب ويا ميسر كل يسير ويا من لا يحتاج إلى البيان والتفسير أفوض أمري إلى الله. أفوض أمري إلى الله. أفوض أمري إلى الله. إن الله بصير بالعباد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وفيهن خيرات حسان فبأي آلاء ربكما تكذبان. حور مقصورات في الخيام فبأي آلاء ربكما تكذبان.
لم يطمسهن إنس قبلهم ولا جان فبأي آلاء ربكما تكذبان صدق الله مولانا العلي العظيم اضمنوا لي ستا من أنفسكم أضمن لكم الجنة إلى آخر الحديث. قال شفيعنا محمد مصطفى صلى الله عليه وعلى آله وصحابه واتباعه أجمعين. محمد أشرف الأغراب والأجم محمد خير من يمشي على قدمه محمد باسط المعروف جامعة محمد صاحب الإحسان والكلم പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്നാൽ പുന്നാര റൗളയിൽ പോകുന്നതെന്നാൽ പൂമണം വീശുന്ന റൗള സുവനത്തിൽ ചേരുന്നതെന്നാണ് ഹൃദയം തൂകുന്നതെന്നാണ്. പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്നാൽ പുന്നാര റൗളയിൽ പോകുന്നതെന്നാൽ പൂമണം വീശുന്ന റൗള സുവനത്തിൽ ചേരുന്നതെന്നാണ് ഹൃദയം തൂകുന്നതെന്നാണ്. ഏറ്റവും സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ കുരിയോട് ടൗൺ ജുമാ മസ്ജിദിന്റെ കരുത്തനായ ഇമാം ഇല്യാസ് മന്നാനി അവർകളെ, ഈ വിശുദ്ധമാറ മജ്‌ലിസിൽ എത്തിച്ചേർന്ന മറ്റു പണ്ഡിതന്മാരെ, കാരണവന്മാരെ, രക്ഷകർത്താക്കളെ, ഉമ്മപെങ്ങന്മാരെ, സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും അനുഗ്രഹീത ഇസ്ലാമിന്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ അറിയിക്കുകയാണ്. സർവാദിനാഥനും സർവപരിപാലകനും ജഗന്നിയന്താവും ജഗദീശ്വരനുമാര ജല്ലജലാലാല പടച്ച തമ്പുരാൻ ആകാശ ലോകത്ത് നിന്ന് ബറക്കത്തുകളെ മഴത്തുള്ളികളെ പോലെ വർഷിപ്പിക്കുന്ന സുന്ദര ശഅബാന്റെ രാത്രിയിൽ ഈ പുണ്യവേദിയിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി നമ്മളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യതകളും വേദനകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സൃഷ്ടാവാര പടച്ച തമ്പുരാൻ നമ്മിൽ നിന്ന് മാറ്റിത്തരികയും സ്വസ്ഥതയും സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നയിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അനുഗ്രഹീതമായ കലിമ ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ അള്ളാഹു സാധുക്കളിൽ സാധുക്കളായ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു രോഗശാന്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അനുഗ്രഹീതമായ കലിമയിൽ മുത്തമിട്ട് മരണപ്പെടുവാനും പരലോകത്ത് അള്ളാഹു സ്വർഗത്തിലേക്ക് വിളിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചെല്ലുവാനുമുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. ഈ സുന്ദരമായ പള്ളിയുടെ തുടക്കം മുതൽ ഈ സമയം വരെയും ഇതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച് സഹായിച്ച് ഇതിന്റെ പ്രവർത്തനങ്ങളിൽ നിരതരായി കൊണ്ടിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്ത് അവൻ ഇഷ്ടപ്പെടുന്ന സുന്ദരമായ ഭവനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകമായ ഒരു ലക്ഷ്യവും ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള മാർഗങ്ങളും സ്വായത്തമാക്കിയിട്ട് ആ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അവൻ ഉദ്ദേശിക്കുന്ന പ്രത്യേകമായ ലക്ഷ്യത്തിലേക്ക് ഒരു മനുഷ്യൻ ചെന്നെത്തുക എന്നത് സ്വാഭാവികമായും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. പക്ഷെ ഇവിടെ ഭൗതികമായ ഒരു ലക്ഷ്യങ്ങളെ കുറിച്ചും ഞാൻ ചർച്ച ചെയ്യുന്നില്ല. അതിന്റെ ആവശ്യമില്ലാതെ തന്നെ അതെങ്ങനെ നേടിയെടുക്കണമെന്ന് നിങ്ങൾക്കറിയാം. കുരിയോട് ഭാഗത്തൊരു 10 ഏക്കർ റബ്ബർ വാങ്ങണം എന്നൊരു മനുഷ്യൻ ആഗ്രഹിച്ചാൽ അതെങ്ങനെ നേടിയെടുക്കണം എന്നൊരു അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല മിടുക്കാണ് പണം ഉണ്ടാക്കാൻ. 2 നില വീട് വെക്കണം, ഒരു വില കൂടിയ വാഹനം എടുക്കണം. അതല്ലാരെങ്കിൽ ഭൗതികമായ ചുറ്റുപാടിൽ ആരെയും താങ്ങാതെ ആരുടെയും തണലില്ലാതെ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു വാതിന്റെയും ആവശ്യമില്ല. പക്ഷേ ആ ഭൗതികമായ ചുറ്റുപാടും പിശാചിന്റെ നൂലാമാലകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ യഥാർത്ഥ ലക്ഷ്യമായ പരലോക വിജയം എവിടെയോ വീണുടഞ്ഞു പോവുകയും അതിനുവേണ്ടി ഒരു വാളല്ല 1000 വാൾ അവർക്ക് വേണ്ടി ഉപയോഗപ്രദമായ രീതിയിൽ നടത്തിയാലും അത് കേൾക്കുവാനും ശ്രവിക്കുവാനും സ്വായത്തമാക്കുവാനും പങ്കെടുക്കുവാനും ജീവിതത്തിൽ നൊമ്പരത്തോടെ സ്വീകരിച്ചുകൊണ്ട് കണ്ണുനീരോടെ ദ്വാരെന്ന് പിരിയാനും ഇന്ന് നമുക്ക് ആളെ കിട്ടാറില്ല. ഇപ്പോ 2 വർഷത്തിന് മുമ്പ് ഞാൻ കുരിയോട് വരുമ്പോ കുരിയോടത്തെ അവസ്ഥ ഇതല്ല. സ്റ്റേജിലേക്ക് വരാൻ തന്നെ സ്ഥലമുണ്ടായിരുന്നില്ല. അത്രത്തോളം ജനത്തിരക്കായിരുന്നു ഈ കാമ്പൗണ്ട് നിറച്ച്. കാരണം അന്ന് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ആ ബുദ്ധിമുട്ട് അള്ളാഹു മാറ്റിത്തന്നു. ഇന്ന് നമുക്ക് വളരെ വിശാലമായി ഓരോ വീടും കടുവപ്പള്ളി കണക്കാണ്. വിശാലമായ വീട് അള്ളാഹു നമുക്ക് തന്നു. നമ്മുടെ മക്കൾക്കൊക്കെ വലിയ ഉദ്യോഗങ്ങളായി. നമ്മുടെ വീടിന്റെ കാർ ഷെഡിൽ 3-4 വാഹനങ്ങളായി. പിന്നെ പഴയതുപോലെയല്ല. ഇന്ന് നമ്മൾ നമ്മുടെ ഭർത്താവിനെ കണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പണ്ടൊരു ഫോൺ ഉണ്ട് എങ്കിൽ അതുപോലും റേഞ്ച് ഇല്ലാതെ വീടിന്റെ മുകളിലേക്ക് കയറേണ്ടുന്ന ഗതികേടാണ്. ഇന്നതല്ല. ഇന്ന് നമ്മുടെ വീട്ടിന്റെ അകത്തിരുന്നു കൊണ്ട് ഭർത്താവിനെ നേരിട്ട് കാണാൻ എന്താണ് ദുബായിൽ നിൽക്കുന്ന മച്ചാനോട് ചോദിക്കുന്നു, എന്താണ് ഇക്ക മൂക്കിലൊരു ചെറിയ കറുപ്പ്, കണ്ടു ചോദിക്കാൻ. അപ്പൊ ഇത്രത്തോളം പുരോഗമനങ്ങൾ ഉണ്ടാകുമ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ പള്ളികളും പള്ളി കാമ്പൗണ്ടുകളും ശഅബാനിന്റെ സമാപന രാത്രികളായിട്ട് പോലും ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യം എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിന് നൊമ്പരം തരുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പൊരുത്തവും സ്വർഗവും എന്ന പരലോക വിജയത്തിന്റെ ലക്ഷ്യം തച്ചുടച്ച് തരിപ്പണമാക്കാൻ ലോകത്ത് ഏതൊക്കെ ദുഃശക്തികൾ പ്രവർത്തനം നടത്തിയാലും അതിലൊന്നും പെട്ടുപോകാതെ അവർക്കൊന്നും പിടിപെടുക്കാതെ അള്ളാഹുവിന്റെ സുന്ദരമായ സ്വർഗലോകം കരകരമാക്കാൻ അത് കണ്ടു മരണപ്പെടുന്നതുവരെ പിശാചിന്റെ കെണിവലകളിൽ നിന്നും ഭൗതികമായ മേനയുടെ കുതന്ത്രങ്ങളിൽ നിന്നുമെല്ലാം രക്ഷപ്പെട്ട അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് പൊരുത്തത്തിലേക്ക് അവൻ ചെന്നെത്തുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ അള്ളാഹ് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. അപ്പൊ നമുക്ക് ഓരോ ലക്ഷ്യങ്ങളാണുള്ളത്. ചില ആൾക്കാർ വിചാരിക്കും, ഉസ്താദെ എനിക്ക് ഈമാനോടുകൂടി ഒന്ന് മരിക്കണം, അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. മറ്റു ചിലർ വിചാരിക്കും ഈമാനോടുകൂടി മരിച്ചാ പോരാ, സ്വർഗത്തിന്റെ ഏറ്റവും സുന്ദരമായ ഇദാ സഅൽതുമൂഹു, അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, നിങ്ങൾ സ്വർഗം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് അൽ ഫിർദൗസ്, ആ ഫിർദൗസ് ചോദിക്കാന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഫിർദൗസ് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലര് ശ്രമം നടത്തുക. ഓരോരുത്തർക്കും അങ്ങനെയാണ്. ഇപ്പോ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട സ്വഹാബി വര്യനാണ് റബീഅ റളിയല്ലാഹു തആല. അള്ളാഹുവിന്റെ ഹബീബിനെ ഒരുപാട് ഇഷ്ടപ്പെടുകയും മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും അതൊക്കെ ചെയ്തു കൊടുക്കുവാൻ മനസ്സുകൊണ്ട് സജ്ജമായി തയ്യാറായി ഒരുങ്ങിയിരിക്കുകയും ചെയ്തിരുന്ന പ്രിയപ്പെട്ട സഹാബി. അള്ളാഹുവിന്റെ ഹബീബിന്റെ കാല് തടകി കൊടുക്കാൻ, വെള്ളമൊഴിച്ചു കൊടുക്കാൻ, ഹബീബാര മുത്തുനബിക്ക് ഉളു കൊടുക്കാൻ, ചൂടുള്ള വെള്ളം കൊണ്ട് കൊടുക്കാനൊക്കെ മനസ്സ് കാണിച്ചിരുന്ന റബീഅ റളിയല്ലാഹു തആല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാത്രിയിൽ തണുത്തു വിറയ്ക്കുകയാണ്. പ്രപഞ്ചം വല്ലാതെ തണുത്തുറഞ്ഞിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരത്തിനു വേണ്ടി കണ്ണു തുറന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, പടച്ചവനെ, എനിക്ക് ഇച്ചിരി ചൂടുവെള്ളം കിട്ടിയിരുന്നു എങ്കിൽ ഉളു എടുക്കാൻ നന്നായിരുന്നനെ എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചപ്പോൾ
റബിയ റളിയല്ലാഹു തആല അൻഹു ഒരു പാത്രം നിറച്ച് ചൂടുവെള്ളവുമായി പ്രവാചകന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ. അള്ളാഹുവിന്റെ ഹബീബ് റബിയ റളിയല്ലാഹു അൻഹുവിനോട് ചൂടുവെള്ളം ആവശ്യപ്പെട്ടില്ല, മനസ്സുകൊണ്ട് കരുതിയതേ ഉള്ളൂ. ആ സമയത്ത് വെള്ളവുമായി മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബ്, അവിടത്തേക്ക് ഈ തണുപ്പുള്ള രാത്രിയിൽ കൊടുക്കാൻ ഈ ചൂടുവെള്ളം വല്ലാതെ ഉപകാരമുണ്ടാകുമെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഹബീബാന പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് റബിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട റബിയ, എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നതിന് പകരം ഈ പാതിരാത്രി പോലും ഉറക്കമിടിഞ്ഞുകൊണ്ട് ഉളുവെടുക്കുവാനുള്ള ചൂടുവെള്ളം എന്റെ മുമ്പ് കൊണ്ട് തന്നതിന് പകരം റബിയ, നിനക്ക് ഞാൻ എന്ത് തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കാൻ. എന്ത് ചോദിച്ചാലും കിട്ടും. അള്ളാന്റെ ഹബീബ് ചോദിച്ചതാണ്. ഒരു പഞ്ചായത്ത് മെമ്പറോ നമ്മുടെ തക്യാവിലെ ഏതെങ്കിലും ഒരു മുസ്ലിയാർ ചോദിച്ചതല്ല. എന്ത് ചോദിച്ചാലും ആ സമയത്ത് കിട്ടും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. കുരിയോട്ടത്തെ സഹോദരിമാരാണെങ്കിൽ എന്ത് ചോദിക്കും? ഡീലോർ നോട്ടിയില്ല, 50 ലക്ഷത്തിന്റെ പെട്ടി ഇങ്ങോട്ട് വരട്ടെ ഉസ്താദ് എന്ന് പറയും. നമുക്ക് ഭൗതികമായ നേട്ടങ്ങളോടാണ് താല്പര്യം, ഭൗതികമായ സ്ഥാനമാനങ്ങളോടാണ് നമുക്ക് ആഗ്രഹം. റബിയ റളിയല്ലാഹു തആല അൻഹു പൊന്നാര നബി തങ്ങളോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഉറക്കമിടഞ്ഞുകൊണ്ട് അങ്ങയെ നോക്കുവാൻ വേണ്ടി കാത്തിരുന്നു, അങ്ങേക്ക് ഉളുവെടുക്കാൻ വേണ്ടി ചൂടുവെള്ളവുമായി അല്ലാഹുവിന്റെ റസൂലേ അങ്ങയുടെ മുമ്പത്ത് വന്നിരുന്നു കൊണ്ട് കൊതിയോടെ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ കൊതിയോടെ കാത്തിരിക്കുന്ന എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഭൗതികമായ ഒരുപാട് കണ്ണുനീരുണ്ട്, പട്ടിണിയാണ് നബിയേ. പക്ഷേ ഈ ചോദ്യത്തിന് മുന്നിൽ ഞാൻ അതെല്ലാം ചോദിച്ചുകൊണ്ട് ഈ അവസരം പാഴാക്കുന്നില്ല നബിയേ. എന്റെ ജീവിതത്തെ ഞാൻ പ്രവാചക പ്രണയത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂല് അങ്ങയുടെ കൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ഒരേ ഒരു ഏറ്റവും വലിയ ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് റസൂലേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ചോദിച്ചോ, എന്ത് വേണമെങ്കിലും നിനക്ക് നടത്തിത്തരാൻ ഞാൻ ഒരുക്കമാണ്, എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കൂ റബിയ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബിനോട് റബിയ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അസ്അലുക മുറാഫഖത ഫിൽ ജന്ന. അല്ലാഹുവിന്റെ റസൂലേ, നാളെ സുന്ദരമായ സ്വർഗ്ഗലോകത്ത് രാജകുമാരനെ പോലെ അങ്ങ് സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോ യാ ഹബീബല്ലാഹ്, അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഒന്നിരിക്കാൻ ഒരവസരം തരുമോ നബിയേ? വല്ലാത്ത ചോദ്യമാണത്. അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഒന്ന് കഴിഞ്ഞുകൂടാൻ എനിക്കൊരവസരം, ഒരു ഭാഗ്യം എനിക്ക് അങ്ങ് തരണം. ഈ ഒരു അവസരത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് മാത്രമാണ്. സഹോദരിമാര് വിചാരിക്കും, സഹോദരങ്ങൾ ചിന്തിക്കും, വേറെ എന്തെല്ലാം ചോദിക്കാമായിരുന്നു, തൊലച്ചു കളഞ്ഞു. ആ ചോദ്യം ചോദിച്ച് എന്തായാലും കിട്ടുമെന്നുറപ്പാണ്. എന്തു ചോദിച്ചാലും കിട്ടും, ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ ഈ ഓണ സീസണിലൊക്കെ പത്രം എടുത്തു വെച്ചാൽ നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ കിട്ടുന്ന സാധനം അന്വേഷിച്ച് നടക്കുന്ന മടയന്മാരാ നമ്മൾ, അല്ലേ? എന്തു ചോദിച്ചാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു. അള്ളാന്റെ ഹബീബിനോട് ചോദിച്ചത്, സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ ഇരിക്കാൻ ഒരവസരം എനിക്ക് തരണം നബിയെ എന്നാണ്. അള്ളാന്റെ ഹബീബിന്റെ മുന്നിൽ അത് ചോദിച്ചതിന്റെ കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അത് ഞാൻ നിനക്ക് നടത്തി തരാം, പക്ഷേ ആ കാര്യത്തിന് നീ ഒരു അമൽ ചെയ്തുകൊണ്ട് എന്നെ സഹായിക്കണം. എന്റെ കൂടെ സ്വർഗത്തിലിരിക്കുന്നതിന് പവർ ഉണ്ടാകാൻ പ്രത്യേകമായ ഒരു അമലുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ അമൽ ഏതാണെന്ന് ഇൻഷാ അല്ലാഹ് 8:15 10:15 പറഞ്ഞ് ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അതന്നേരം എന്താണെന്ന് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോ നമുക്കിപ്പോ സ്വർഗത്തിൽ മുത്തുനബിയുടെ കൂടെ ഇരിക്കണമെന്നൊന്നും ആഗ്രഹമില്ല പലർക്കും. സ്വർഗത്തിൽ മുത്തുനബിയുടെ കൂടെ ഇരിക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. പക്ഷേ നബിയെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ റബിയ റളിയല്ലാഹു അൻഹു ചോദിച്ച ആ ഒരു വല്ലാത്ത മേന്മേറിയ ആ ഒരു ചോദ്യം നമുക്ക് മനസ്സിൽ കൊതിയുണ്ടാവാത്തത് എന്തുകൊണ്ടാണെന്നറിയുമോ? ആ സ്വർഗത്തിന്റെ പരിമളമെങ്കിലും ലഭിക്കാൻ വിധിക്കപ്പെട്ടവരാണോ നമ്മളെന്ന ആശങ്ക എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്.
അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, അള്ളാഹുവിന്റെ പൊരുത്തവും സ്വർഗവും ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് ഈ സദസ്സിൽ വന്നവർ മുമ്പോട്ട് വെക്കുകയാണ് എങ്കിൽ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് നേടിയെടുക്കുന്നതിന് പറഞ്ഞു തന്ന മാർഗങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചു പോരാല്, ആകാശം ഇടിഞ്ഞു വീടുമെന്ന് ഭയപ്പെട്ടു പോരാല്, അള്ളാഹുവിന്റെ റസൂലാ ലക്ഷ്യം നേടിയെടുക്കാൻ പറഞ്ഞു തന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടല്ലാതെ ഉസ്താദ് നിങ്ങളുടെ ജീവിതത്തെ നമ്മൾ പാഴാക്കൂല എന്ന് തീരുമാനിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. അപ്പോ നമ്മൾ ആലോചിച്ച് നോക്കണം, നമുക്കിപ്പോ സ്വർഗത്തിന്റെ ഉള്ളിൽ പ്രവാചകന്റെ കൂടെ ഫിർദൗസിൽ പ്രവാചകന്റെ തൊട്ടടുത്തിരിക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് മാറ്റിവെക്കാം. ആദ്യം നമുക്കൊന്ന് ഈമാനോടുകൂടി മരിച്ചെങ്കിലേ പിന്നെ അങ്ങോട്ട് നമുക്ക് കടക്കാൻ പറ്റൂ. അതും നമുക്ക് നീക്കിവെക്കാം. സുന്ദരമായ സ്വർഗത്തിലെത്താൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് മേഖലകൾ നിങ്ങൾ നിർബന്ധമായും പാലിച്ചിരിക്കണമെന്ന് പറഞ്ഞ് ആ ലക്ഷ്യത്തിലെത്താനുള്ള മാർഗങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ആ മാർഗങ്ങളിലൂടെ ഈ കുറിയോട് ടൗൺ ജുമാ മസ്ജിദിന്റെ സുന്ദരമായ ഇൽമിന്റെ വേദിയുടെ വിശാലമായ പന്തലിനുള്ളിൽ കടന്നിരിക്കുന്ന സഹോദരങ്ങളെ, ആ മാർഗങ്ങളിലൂടെ ജീവിതം നിങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് എങ്കിൽ അൽഹംദുലില്ലാ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ലക്ഷ്യം സാക്ഷാത്കരിച്ചു മരണപ്പെട്ടവരെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് എന്താ? ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വൽ ആഖിറ. അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമാണ്. ഒറ്റ ലക്ഷ്യം മുമ്പ് വെച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി എന്തൊക്കെ സംഭവിച്ചാലും ആ ലക്ഷ്യം നേടുന്നത് വരെ ഞാൻ പിന്തിരിയൂല എന്ന ദൂഢമായ ചിന്തയോടെ മുന്നോട്ട് നീങ്ങിയ എത്രയോ വിശ്വാസികള് അവരെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ടാ, ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വൽ ആഖിറ. അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമാണ്. ദുനിയാവിൽ അവർ പുഞ്ചിരിച്ചു മരിച്ചു കിടക്കുന്നു, ഭാര്യ അടുത്തു വന്നിരുന്ന് കരയുന്നു, മക്കള് കരയുന്നു, കുടുംബക്കാര് നെടുവേർപ്പെടുന്നു. പക്ഷേ ആ മനുഷ്യൻ മാത്രം മരിച്ചു കിടക്കുന്ന മനുഷ്യൻ, നമ്മൾ പറയാറില്ലേ, ഉറങ്ങുന്ന പോലെ തോന്നാണ് പടച്ചവനെ, ഇങ്ങനെ ഒന്ന് മരിച്ചു കിടക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിരുന്നു എങ്കിലോ സന്തോഷത്തോടെ മരിച്ചു കിടക്കുന്ന സുന്ദരമായ പുഞ്ചിരിക്കുന്ന വദനത്തോടെ കിടക്കുന്നവരാണ് അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി യാത്ര ചെയ്ത് അതിലേക്ക് എത്തിച്ചേർന്നത്. നമുക്ക് സ്വർഗത്തിന്റെ ചിത്രം കണ്ടു മരിക്കണ്ടേ? നമ്മുടെ റൂഹ് പിടിക്കാൻ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കുറിയോട് പള്ളിയുടെ പരിസരത്തുള്ള നമ്മുടെ ചെറ്റക്കൂരയുടെ അകത്തളത്തിലേക്ക് വന്നിട്ട് നമ്മുടെ റൂഹ് പിടിക്കാൻ തുടങ്ങുമ്പോ കൈകാലിട്ടടിച്ച് വൽതഫത്തി സാഖ് ബിസാഖ് വഖീല മൻ റാഖ് വലന്ന അന്നഹുൽ ഫിറാഖ്. മരണമുറപ്പാറ മനുഷ്യൻ തന്റെ കൈവേലുകളെ വിരിപ്പിൽ ഇങ്ങനെ അമർത്തിപ്പിടിക്കുമ്പോ ഒരു കാലും മറുകാലുമായിട്ട് സലാം പറഞ്ഞുകൊണ്ട് ഞെരിവിരി കൊള്ളുമ്പോ ഞരമ്പുകൾ വല്ലാതെ വിരിഞ്ഞു മുറുകുമ്പോ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെടുമ്പോ എന്റെ പ്രിയമുള്ളവര്, ആ സമയത്ത് അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തിന്റെ സുന്ദരമായ സന്തോഷ വാർത്തയുമായി റഹ്മത്തിന്റെ മാലാഖമാർ ഇറങ്ങി വരണ്ടേ. ഇറങ്ങി വന്നുകൊണ്ട് വാബിശിറൂ ബിൽ ജന്നത്തില്ലത്തി കുന്തും തൂഅദൂൻ. അല്ലാഹു നിങ്ങൾക്ക് തന്ന സ്വർഗം നിങ്ങൾ കണ്ടില്ലേ? റമദാൻ മാസം ഉറക്കപ്പെടുന്നുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി പൊട്ടിക്കറഞ്ഞ മുസ്ലിമേ, ഭൗതികമായ ആഡംബരം എല്ലാം പുറംകാലുകൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് ആത്മീയതയുടെ തൊട്ടിലിൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ആരംഭിച്ച പ്രിയപ്പെട്ട വിശ്വാസിയെ, നീ കാത്തിരുന്ന സ്വർഗം കണ്ടു, നീ കൊതിയോടെ പരിശ്രമിച്ചിരുന്ന സ്വർഗം കണ്ടു, ആ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ സമാധാനിപ്പിക്കുകയാണ്. അല്ലാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് തരട്ടെ. അങ്ങനെ മരിക്കണം. എല്ലാവരും മരിച്ചേ പറ്റുള്ളൂ. പക്ഷേ അതിനു മുമ്പ് ഒരു തയ്യാറെടുപ്പ് നടത്തണം. ഇങ്ങനെ നമുക്ക് മരിക്കണം. എന്തായാലും നമ്മുടെ കാര്യം പോക്കാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് ചോദിച്ചതാ, മസ്സിൽ അല ദുനിയ, ദുനിയാവെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവിടെ നിന്ന് ഒരു ഉദാഹരണം പറഞ്ഞു തരണം. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താ? അദ്ദുനിയാ കഹുൽമിൻ നായിമി ഇദ യറാ ഫീ മനാമിഹി മാ യസുറു വമാ യക്റഹു ഫബൈനമാ ഹുവ കദാലിക ഇൻദബഹ. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി പഠിപ്പിച്ചു കൊടുത്തത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ,
അദ്ദുനിയാ കഹുൽമിൻ നായിമി, ഉറങ്ങിക്കിടക്കുന്നവൻ കാണുന്ന സ്വപ്നം പോലെയാണ് ദുനിയാവ്. നമ്മൾ എന്തെല്ലാം സ്വപ്നം കാണുന്നു ഉറക്കത്തിൽ. അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഓട്ടോ പോലും ഓടിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ ഫ്ലൈറ്റ് ഓടിക്കുന്നത് സ്വപ്നം കാണുന്നു. ആസ്ട്രേലിയയിലൂടെ ഇങ്ങനെ പറക്കുന്നു, എന്നിട്ട് അവിടെ നിന്ന് കയ്യൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നു. ജോർജ് ബുഷിന് ഷേക്കൻഡ് കൊടുക്കുന്നു, ബറാക് ഹുസൈൻ ഒബാമയുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കുന്നു, ഒക്കെ സ്വപ്നം കാണുകയാണ്. ചിലര് കണ്ട് കട്ടിലിരുന്നത് ആ കൊച്ചിന്റെ മണ്ടേ കൂടെ താഴെ ഒന്ന് വീഴുകയും ചെയ്യും. ചുരുങ്ങിയ സമയം. സന്തോഷമുള്ളത് കാണുന്നു, ദുഃഖമുള്ളത് കാണുന്നു. സന്തോഷമുള്ളതും ദുഃഖമുള്ളതും കാണുന്നു. കണ്ട് പെട്ടെന്നതങ്ങ് അവസാനിക്കുകയാണ്. ആ ഒരു സ്വപ്നം പോലെ മാത്രമാണ് ഈ ദുനിയാവ്. അത്രേ ഉള്ളൂ. ആ ദുനിയാവിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സുന്ദരമായ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ഒരുപാട് നമ്മൾ പരിശ്രമിച്ചിരിക്കണം. ഈ സമുദായത്തിന്റെ സമയത്തെ കുറിച്ച് പണ്ഡിതന്മാര് പറയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനൊരു കഥ പറഞ്ഞു കൊടുക്കുന്നു. എന്റെ വീട്ടിലേക്ക് ഒരു ജോലിക്കാരന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കമ്പോളത്തിന്റെ മധ്യഭാഗത്ത് നിന്നുകൊണ്ട് ഒരാൾ വിളിച്ചു പറയാണ്, സുബഹി മുതൽ ളുഹുർ വരെ എന്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവന് 1 പൊന്ന് ഞാൻ കൊടുക്കുന്നതാണ്, 1/2 പൊന്ന് ഞാൻ കൊടുക്കുന്നതാണ്. 1/2 പൊന്ന്. സുബഹി മുതൽ ളുഹുർ വരെ അത്രയും സമയം ജോലി ചെയ്യുന്ന ആളിന് 1/2 പൊന്ന് ഞാൻ കൊടുക്കും. അങ്ങനെ 1-2 പേര് അതിന് തയ്യാറായി. രണ്ടാമതയാൾ വിളിച്ചു പറയാണ്, അള്ളാന്റെ ഹബീബ് പറയുന്നു, ളുഹർ മുതൽ അസ്ർ വരെ ജോലി ചെയ്യാൻ എന്റെ കൂടെ വരുന്നവർക്ക് ഞാൻ 1 പൊന്ന് കൊടുക്കുന്നതാണ്. അതിനും കുറച്ച് ആൾക്കാർ തയ്യാറായി. മൂന്നാമത് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, അസ്ർ മുതൽ മഗ്രിബ് വരെ എന്റെ കൂടെ ജോലിക്ക് വരുന്നവർക്ക് 1.5 പൊന്ന് ഞാൻ കൊടുക്കുന്നതാണ്. ഇതുകൂടി പറഞ്ഞപ്പോൾ ആകെ വിവാദമായി. കാരണം കുറഞ്ഞ ജോലിയും കൂടുതൽ ശമ്പളവും. എപ്പോഴാ? അസ്റിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ വലിയ സമയമില്ല. ഹനഫി മദ്ഹബ് പ്രകാരമാണെങ്കിൽ ബാങ്ക് കേട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം ഒരു ചായ കുടിച്ച് റോഡിൽ നിൽക്കുമ്പോൾ മഗ്രിബിന്റെ സമയമായി. അല്ലെങ്കിൽ പോലും ശാഫിഈ മദ്ഹബ് പ്രകാരമാണെങ്കിൽ പോലും അസ്റിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ സമയം വളരെ കുറവാണ്. ഈ കുറഞ്ഞ സമയത്ത് കൂടുതൽ ശമ്പളം കൊടുക്കാമെന്ന് ഇയാൾ പറഞ്ഞു. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കഥയുടെ സാരത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, എന്റെ സമുദായത്തിന്റെ ഉദാഹരണമാണ്, എന്റെ സമുദായത്തിന്റെ ഉദാഹരണമാണ്. മാ ബൈനൽ അസ്രി വൽ മഗ്രിബ്, അസ്റിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയമാണ് എന്റെ സമുദായം ജീവിക്കുന്ന സമയം. അവർക്ക് ആയുസ് വളരെ കുറവാണ്, സമയം വളരെ കുറവാണ്. പക്ഷേ ആ കുറഞ്ഞ സമയത്ത് അവർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രതിഫലമോ അത് പർവ്വത സമാനമാണ്. ആ സമയമല്ലേ നമ്മൾ ഇന്ന് പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്? ആ സമയമല്ലേ നമ്മൾ ഇന്ന് വെറുതെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ സ്വർഗത്തിലെത്താനും സുന്ദരമായ സ്വർഗലോകത്തിന്റെ അനുഗ്രഹം നുകരാനും എന്റെ പ്രിയമുള്ളവരെ കേവലം ഭൗതികമായ ലോകത്തിന്റെ ചുറ്റുവട്ടത്തിൽ ഒരുങ്ങി നിന്നുകൊണ്ട് സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് ആയുസങ്ങ് പാഴാക്കിയാ പോരാ. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, അള്ളാന്റെ ഹബീബായ മുത്തുനബി തന്റെ പ്രിയപ്പെട്ട സഹാബത്തിന് പറഞ്ഞു കൊടുക്കാ, എന്റെ പ്രിയമുള്ള സഹാബ, സ്വർഗം കണ്ട് നിങ്ങൾക്ക് മരിക്കണമോ? സ്വർഗത്തിന്റെ സുന്ദരമായ സുവർഗം നിങ്ങൾക്ക് അനുഭവിക്കണമോ? ലോകത്തിന്റെ നായകൻ പറയാ, ഞാൻ കാണിച്ചു തരുന്ന ലക്ഷ്യത്തിലെത്താനുള്ള 6 മാർഗങ്ങൾ, 6 കാര്യങ്ങൾ. അതിൽ നിങ്ങൾ തീവ്രമായ തീരുമാനമെടുത്ത് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാണ് എങ്കിൽ നിങ്ങൾക്ക് സുന്ദരമായ സ്വർഗം കണ്ടു മരിക്കാം, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം. മണ്ണുവാരി തലയിലിട്ടുകൊണ്ട് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ സുന്ദരമായ സ്വർഗത്തിന്റെ വിഭാഗത്തിൽ നമുക്ക് പോയി നിൽക്കാം. അള്ളാന്റെ ഹബീബ് പറയുന്ന ഈ മാർഗങ്ങൾ അൽഹംദുലില്ലാ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. തയ്യാറാണോ? ഇൻഷാ അല്ലാഹ്. അപ്പോ ഈ തരത്തിൽ ഭൗതികമായ എല്ലാ സുഖങ്ങളെയും ആത്മീയതയുടെ ഇടയിൽ തിരികെ കയറ്റി വെക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ പള്ളികൾ പോലും ഇന്ന് AC ഫിറ്റ് ചെയ്ത പള്ളികളാണ് നമ്മുടെ നാട്ടിൽ വരാൻ പോണേ. അപ്പൊ ജുമായിക്കൊക്കെ എത്ര വലിയ ഖതീബുമാര് കുരിയോടൊക്കെ വന്നിരുന്ന് പ്രസംഗിച്ചാൽ എവിടെ പോ, AC പള്ളി നോക്കാം, നമ്മൾ AC പള്ളിയിലേ പോകും. ആ AC ഫിറ്റ് ചെയ്യാൻ പോണ പള്ളികളാ ഇനി വരാൻ പോണ പള്ളികൾ.
നമ്മൾ ആലോചിക്കണം, എന്തെല്ലാം സംവിധാനങ്ങൾ, എവിടെയും ഭൗതികതയുടെ സുഖം നമുക്ക് മാറ്റിവെക്കാൻ പറ്റാതെ വന്നിരിക്കുക. അള്ളാഹുവിന്റെ ഹബീബായ മുത്തുനബി പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ സുഖം നിങ്ങൾക്ക് ലഭിക്കട്ടെ, നഷ്ടപ്പെടട്ടെ, നിങ്ങൾ സന്തോഷിക്കട്ടെ, ദുഃഖിക്കട്ടെ, ഹബീബായ പ്രവാചകർ പറഞ്ഞ ഈ സുന്ദരമായ ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങളെ തിരഞ്ഞെടുത്താൽ എന്റെ പ്രിയമുള്ളവര്, ആരുമില്ലാതെ ആരുടെ മണ്ണിന്റെ അകത്തളത്തിലേക്ക് നമ്മുടെ കുടുംബക്കാര് കൊണ്ടുപോയി മണ്ണ് വാരിയിട്ടിട്ട് പിരിഞ്ഞു പോകുമ്പോ തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ പച്ച മണ്ണിന്റെ അകത്തളത്ത് കടന്ന് നൊമ്പരം അനുഭവിക്കുമ്പോ അവിടെ നിനക്ക് രക്ഷയുടെ കവാടങ്ങൾ തുറന്നു തരാ ഈ മാർഗങ്ങൾ ഉപകരിക്കും മുസ്ലിമേ. അതുകൊണ്ട് തിരഞ്ഞെടുത്തോ. ഒന്നാമതായിട്ട് ലോകത്തിന്റെ നായകൻ പറയുന്നതെന്താ? നിങ്ങൾ എന്ത് സംസാരിച്ചാലും സത്യം മാത്രം പറയുക. പോയി സൂറ ഒന്നാമത്തത് തന്നെ പോയി, ഇനി ബാക്കി 5 പറയണ്ട സാറേ, മതി. അസ്സലാമു അലൈക്കും. ഒന്നാമത്തത് തന്നെ പോയി. നാക്കെടുത്താൽ സത്യമേ പറയാവൂ. നമ്മൾ എങ്ങനെയാണോ പറയണേ? നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും നേർക്ക് നേര് നിന്ന് സത്യം പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ചിലരോട് പറയും, നിനക്കറിയാലോ നിന്നെടുത്ത് ഞാൻ കള്ളം പറയണ. നിന്നെടുത്ത് ആരെടുത്ത് പറഞ്ഞാലും അള്ളാണമ്മ, നിങ്ങളുടെ അടുത്ത് ഞാൻ പറയൂല, ഞാൻ കുടിച്ചിട്ടില്ല അതാ ഫൂ. പുതിയ കള്ളുണ്ട് ഊതിയാ മണക്കാത്തത്. അതൊക്കെ ഇറങ്ങി പോലീസുകാർ ഊതറാന്ന് പറഞ്ഞ് അങ്ങനെ പുതിയതാമാർ ഇറക്കി. ഇപ്പൊ വെറുതെ ഊതിക്കൊണ്ട് നിൽക്കത്തേ ഉള്ളൂ, കത്തൂല ലൈറ്റ്. അപ്പോ നിങ്ങളോട് ആരോട് പറഞ്ഞാൽ, ചില ആൾക്കാർ ഇതിന് പറയില്ലേ, ഇല്ലാസു സാറേ ആരോട് കള്ളം പറഞ്ഞാലും അള്ളാഹ് നിങ്ങളോട് പറയൂല. ഇതായിരിക്കും ഏറ്റവും വലിയ കള്ളം. നമ്മൾ എങ്ങനെയാണ്? നമ്മൾ കള്ളമാണ് പറയുന്നതെങ്കിൽ അതിനു മുമ്പേ നമ്മൾ പറയും, ഞാൻ കള്ളം പറയുന്ന എനിക്ക് തോന്നുന്നുണ്ടാ എന്ന് ചോദിച്ചിട്ട് പറയും. അത് കള്ളം പറഞ്ഞ് വരാനുള്ള ഒരു വഴിയാണ്. അപ്പൊ ഈ കള്ളം പറയുക എന്നുള്ളത് ഇബ്ലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ ലോകത്തേക്ക് കളഞ്ഞു കിട്ടിയ ഒരു ദുർഗുണമാണ്. അത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സ്വർഗം നിങ്ങൾക്ക് കിട്ടൂല. ഇത് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം തടയുന്ന കാര്യമാണ് പറയണത്. ബാങ്കിന്റെ ലോൺ കുടുങ്ങിപ്പോണ വിഷയം പറഞ്ഞതല്ല, പച്ച ഗൾഫിന്ന് വരാൻ തടസ്സമാകുന്ന കാര്യങ്ങൾ പറഞ്ഞതല്ല. അതാണെങ്കിൽ പിന്നെ നമുക്ക് സമാധാനമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ആരോരുമില്ലാതെ എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുക്കള് സന്തോഷിൽ ചുമന്നുകൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് നമ്മളെ കൊണ്ടുപോയി അടക്കുമ്പോ ആരോരുമില്ലാതെ കിടക്കുന്ന ഖബറിന്റെ അകത്തളത്തില് സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വർഗത്തിന്റെ നിലാവിന്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ട് കിടക്കാൻ തടസ്സമാകുന്ന ഒന്നാമത്തെ കുഴപ്പമെന്താ? അത് കളവ് പറയലാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്തു പറഞ്ഞാലും സത്യം മാത്രമേ പറയാവൂ. ഇന്ന് നമ്മുടെ വീടിന്റെ അകത്തിരിക്കുന്ന റേഡിയോ ഓണാക്കിയാൽ രാവിലെ കേൾക്കാം നുണ പറയൽ മത്സരം. കിടിലം ഫിറോസും റിജാസും നുണ പറയൽ മത്സരം. നമ്മുടെ സഹോദരിമാരൊക്കെ മൊബൈലിൽ വിളിച്ചിട്ട് നുണ പറഞ്ഞു മത്സരിക്കുകയാണ്. ഞാൻ കുരിയോടിന് ഐശത്താണ്, ഞാൻ നുണ പറയാൻ വിളിച്ചതാ. ഇവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞു തീർന്ന് ഇനി ആകാശവാണിയിൽ വിളിച്ചു പറയാൻ. നമ്മൾ ആലോചിക്കണം, ഇബ്ലീസ് എവിടം വരെ വിജയിച്ചു എന്ന് ചിന്തിച്ചു നോക്കി. നുണ പറയൽ മത്സരം. അതുപോലെ ചില ആൾക്കാരുടെ സംസാരം ശ്രദ്ധിക്കൂല, എപ്പോഴും ഇങ്ങനെ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ സംസാരിക്കുന്നവർക്ക് തഖ്വ ഉണ്ടാകൂല. തെളിവുണ്ട് ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകുനൂ മഅസ്സാദിഖീൻ. അല്ലയോ വിശ്വാസികളെ, അല്ലാഹുവിനെ നിങ്ങൾ തഖ്വ ചെയ്യുക. പറഞ്ഞ ഉടനെ അല്ലാഹു പറയാൻ വകുനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ ആവുക. കാരണം കള്ളം പറയുന്നവർക്ക് തഖ്വ ഉണ്ടാകൂല. ദാടിയും രൂപവും കോലവും ഒക്കെ കണ്ടാ വലിയ മോമിനാണെന്ന് തോന്നും, പക്ഷേ ഉള്ളു മൊത്തം പ്രശ്നമായിരിക്കും. അതുകൊണ്ട് മുത്തഖീങ്ങളാകണമെങ്കിൽ വഖൂനൂ മഅസ്സാദിഖീൻ, സ്വാദിഖീങ്ങളുടെ കൂടെ ആണെങ്കിൽ പിന്നെ തഖ്വയ്ക്ക് പ്രോബ്ലം വരൂല. ആ തഖ്വ കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇതേപോലെ ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത് എല്ലാ വെള്ളിയാഴ്ചയും ഇല്യാസ് ഉസ്താദ് മിമ്പറിൽ നിന്നുകൊണ്ട് ഖുതുബ ഓതുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്,
യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. അല്ലാഹുവിനെ നിങ്ങൾ തഖ്വ ചെയ്യുക. വഖൂലൂ ഖൗലൻ സദീദാ. ഖൗലൻ സദീദ എന്ന് പറഞ്ഞാൽ നേരായ വാക്ക്, ശരിയായ വാക്ക് മാത്രം നിങ്ങൾ പറയുക. മോശമായത് ആരെയും പറഞ്ഞ് പിന്നിപ്പിൽ ഉണ്ടാക്കാൻ നിങ്ങൾ നടക്കരുത്. നമ്മുടെ നാട്ടിൽ കല്യാണം മുടക്കാൻ വേണ്ടി മാത്രം ചില പാർട്ടികളുണ്ട്. മരണ വീട്ടിൽ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചില പാർട്ടികളുണ്ട്. എന്നിട്ടോ രോഗികളെ കാണാൻ പോയിട്ട് പറയും ഇതേപോലെ ഒരു അസുഖം വന്നാണ് നമ്മുടെ വീട്ടിൽ അപ്പുറത്തെ അറ്റാക്ക് വന്ന് മരിച്ചു പോയത്. ഇത് പറയുമ്പോ ചെറിയ പനി പിടിച്ച് കിടക്കണവന് അപ്പോൾ തോന്നും ഇത് പകർച്ചപ്പനി ആയിരിക്കും, മിക്കവാറും എന്റെ കാര്യം പോക്ക, എന്നെ കാണുന്നവർക്ക് മരിക്കുമെന്നാ പറയണത്. അതുകൊണ്ട് ഇനി ഒരുപാട് നീളം പോലെ ഉള്ള പഴവടെ പറക്കി തന്ന് വെള്ളം കുടിച്ചാൽ കിടന്നേക്കാം. ചിലര് ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കാണാൻ പോയി ഇതാ പറയാം. അപ്പോ സംസാരത്തിന് ചില നിയന്ത്രണങ്ങൾ വേണം. കല്ലിമിന്നാസ അലാ ഖദ്രി വഖൂലിഹിം, ജനങ്ങളുടെ ബുദ്ധിക്കനുസരിച്ചാണ് അവരോട് സംസാരിക്കേണ്ടത്. ഇപ്പൊ കുരിയോട് ഇത്രയും ആൾക്കാരെ വിളിച്ച് പന്തലിരുത്തിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് അങ്ങോട്ട് വന്നിട്ട് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തൊരു പ്രസംഗം നിങ്ങളുടെ അടുത്ത് ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു ബാക്കി ഒരു പ്രസംഗം? തകർത്തില്ലേ? ഓ എന്തുവായിരുന്നു, എന്ത് പറഞ്ഞു ഉസ്താദ്? ഉസ്താദ് അവസാനം പറഞ്ഞ ചാത്താഹു എന്നല്ല. ചാത്താഹു മാത്രമേ തിരിയുള്ളൂ. ചാത്താഹു എന്ന് മാത്രമേ നിങ്ങൾക്ക് തിരിഞ്ഞോളൂ. മൊത്തത്തിൽ അഭിപ്രായം എന്താണ്? വളരെ പോസിറ്റീവ് പ്രസംഗമായിരുന്നു. പക്ഷെ എന്ത് മനസ്സിലായെന്ന് ചോദിച്ചാൽ അല്ലാഹു അഅലം എന്ന് നമ്മൾ പറയണം. അത് നമ്മൾ മാറ്റണം. ജനങ്ങൾക്ക് അവരോട് യോജിച്ച നിലയിൽ സംസാരിക്കണം. ചില ആൾക്കാർ ഗൾഫിൽ നിന്ന് വന്നാൽ പിന്നെ നേരെ ചെല്ലുന്ന പള്ളിയിലെ മൂലാരെടുത്ത അസ്സലാമു അലൈക്കും ഉസ്താദ് പറയാം എന്റെ പൊന്നാര മക്കളെ ഞാൻ കുറെ നാൾ കിതാബൊക്കെ ഓതിയതാ, പക്ഷെ ഇംഗ്ലീഷ് എന്നുള്ള പകുതി എനിക്ക് പറ്റൂല, എനിക്ക് ഫുള്ളേ അറിയാവും. ഫാല അങ്ങോട്ട് സർവാഗി നോക്കി അവൻ ലീവ് തീരുന്നതിന് മുമ്പ് സൗദി അറേബ്യയിലെത്തും. അപ്പൊ അതുകൊണ്ട് അറബ് പഠിപ്പിക്കാനായിട്ട് ഒരുപാട് മൈലാഖുമാരുടെ അടുത്തോട്ട് ആരും വരണ്ട. ചില ഗൾഫുകാർക്ക് അങ്ങനെ ഒരാൾ ഗൾഫിൽ പോയിട്ട് പറഞ്ഞതാ ഗൾഫിൽ മൊത്തം അറബിയാണ് സാറേ, ബാങ്ക് മാത്രം മലയാളത്തിലെന്ന്. കാരണം അത് ഇവിടെ വിളിക്കണ പോലെ തന്നെ അവിടെ വിളിക്കാൻ വിചാരിച്ചത് മലയാളം എന്നാ, ഇത്ര ബോധമേ ഉള്ളൂ. അപ്പോ നമ്മൾ ജനങ്ങളോട് സംസാരിക്കുമ്പോ ആ സംസാരത്തിനൊരു നിയന്ത്രണം വേണം. അവര് മനസ്സിലാക്കുന്ന രീതിയിലും രൂപത്തിലും അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അതിനിടയിൽ മറ്റുള്ളവർക്ക് നൊമ്പരപ്പെടുത്തുന്ന സംഭാഷണം വന്നാൽ നിന്റെ സ്വർഗം നിനക്ക് തടസ്സമാണ് മോനെ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എത്രയോ സഹോദരങ്ങളുടെ കല്യാണം മുടക്കി, എത്രയോ കുടുംബത്തിൽ വന്ന നല്ല ആലോചനകള് നിങ്ങളായിട്ട് മുടക്കിക്കളഞ്ഞു. എത്രയോ കുടുംബ കലഹം നമ്മൾ കാരണം, നമ്മുടെ നാവ് കാരണമായിട്ടുണ്ടാക്കി. അല്ലാഹു നമുക്ക് നമ്മുടെ നാവിനെ സംരക്ഷിക്കുവാനുള്ള തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാഹ് ഫഇന്ന കസറത്തുൽ കലാം തൂജദു ഖസ്വത്തുൽ ഖൽബി. അല്ലാഹുവിന്റെ ദിക്റല്ലാത്ത സംസാരം നിങ്ങൾ അധികരിപ്പിക്കരുത്. അല്ലാഹുവിന്റെ ദിക്റല്ലാത്ത സംസാരം നിങ്ങൾ അധികരിപ്പിക്കരുത്. അങ്ങനെ നിങ്ങൾ അധികരിപ്പിച്ചാൽ ഫഇന്ന കസറത്തുൽ കലാം തൂജദു ഖസ്വത്തുൽ ഖൽബ്, ഹൃദയ കാഠിന്യം ഉണ്ടാകുമെന്നാണ്. അവനിൽ മനുഷ്യത്വം ഉണ്ടാവൂല, അവൻ ചീത്ത വിളിക്കും, അവൻ വളരെ പെട്ടെന്ന് ചൂടാകും, അവന്റെ മനസ്സിൽ ഒരു നന്മയും ഉണ്ടാവൂല. ആരെക്കുറിച്ചായി പറഞ്ഞത്? അള്ളാഹുവിന്റെ ദിക്റല്ലാത്ത സംസാരം അധികരിപ്പിച്ചാൽ. ഇന്ന് റേഡിയോ ജോക്കികളാകാൻ നമ്മുടെ പെൺകുട്ടികൾ കാത്തിരിക്കുകയാണ്. റേഡിയോ ജോക്കിയാകാൻ, TV അവതാരകയാകാൻ, റിയാലിറ്റി ഷോകളിൽ ചാഞ്ഞും ചരിഞ്ഞും ഒന്നര ഉടുപ്പും ധരിച്ചുകൊണ്ട് ജനലക്ഷങ്ങളുടെ ഹരമായി മാറാൻ സഹോദരിമാര് കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാവുണ്ടല്ലോ, നാവ് അപകടം ചെയ്യും. ഒരുപാട് പേരെ കൊടുക്കിയിട്ടുണ്ട് ഈ നാവ്, ഒരുപാട് പേരെ കൊടുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നാവ് കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ദൂഷ്യമായ കളവ് പറയൽ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാലല്ലാതെ സ്വർഗം കണ്ടു മരിക്കാ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോ നമുക്ക് കഴിയൂല. അതുകൊണ്ട് സത്യം പറഞ്ഞ് ശീലിക്കണം. നമ്മൾ മക്കളെ പോലും നമ്മൾ സത്യശീലന്മാരാക്കി മാറ്റണം. പേര് സത്യശീലൻ എന്നും ഇട്ടതുകൊണ്ട് കാര്യമില്ല. പിന്നെ സത്യം ശീലിച്ച് നമ്മുടെ മക്കൾ വളരണം. നമ്മുടെ മക്കളെ പോലും ഇന്ന് ഉമ്മ വാപ്പമാര് കളവ് പറയാൻ ശീലിപ്പിക്കുകയല്ലേ. മദ്രസയിൽ ആകെ കൂടി അരമണിക്കൂറും 1 മണിക്കൂറൊക്കെയാണ് കിട്ടുക, വരൂല. സ്കൂളിൽ ലീവ് കിട്ടിയ ദിവസം നോക്കിയിട്ട് ഉമ്മായും വാപ്പായുടെ മക്കളെ വിളിച്ചുകൊണ്ട് നേരെ ദീഗാലാൻഡിൽ പോയി അവിടെ പോയി കറങ്ങി അടിച്ചു പൊളിച്ച് സുഖിച്ച് പിന്നീട് മദ്രസയിൽ പോവാൻ നേരത്താണ് ആലോചിക്കുന്നത് ഉമ്മച്ചി ഉസ്താദ് അടിക്കേ ഉള്ളൂ,
ഉസ്താദ് അടിക്കത്തൊന്നുമില്ല, നമ്മൾ ഒരുപാട് ചോറും പൊരിച്ച മീനൊക്കെ കൊടുക്കണം, ഉസ്താദ് എൻ്റെ മക്കളെ അടിക്കുമെന്ന് പറഞ്ഞാൽ അതാരെങ്കിലും വിശ്വസിക്കോ? എന്നാലും ഇല്ല ഉസ്താദ്, എനിക്ക് ലെറ്റർ എഴുതി തരണം. ശരി, അങ്ങനെ ഉസ്താദിന് കൊടുക്കാൻ ഉമ്മച്ചി ലെറ്റർ എഴുതി കൊടുക്കാൻ എന്താണ് എഴുതുന്നത്? എൻ്റെ മോനും മോളും കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ക്ലാസ്സിൽ ഹാജരാകാത്തത് 2 പേർക്കും വലിയ വയറ്റിളക്കവും പനിയുമായിരുന്നു. ഉമ്മച്ചിയുടെ ഒപ്പ് കൊണ്ടുപോയി മദ്രസയെ കൊണ്ട് ചെല്ലുമ്പോൾ ഉസ്താദ് വായിക്കുമ്പോൾ ഈ ആൺകുട്ടിയും പെൺകുട്ടിയും ചിന്തിക്കുകയാണ്, അല്ലാഹുവേ നമ്മൾ ഒരുമിച്ച് വീഗാലാൻഡിൽ കിടന്ന് വെറമൂടയിട്ട് കിടന്ന് ചാടിയിട്ട് ഇപ്പൊ ഉമ്മച്ചി എഴുതി കൊടുത്തിങ്ങനെ നമുക്ക് വയറ്റിളക്കോ തീർന്നില്ലേ? ഈ മോളും മോനും പിന്നെ ഭാവി ആകാശവാണി ആകുന്നതിൽ അത്ഭുതമൊന്നുമില്ല, ഒരത്ഭുതവുമില്ല. മാതാപിതാക്കളാണ് വഴി തെളിച്ചു കൊടുത്തത്. കളവ് പറയുന്ന നാവുകൊണ്ട് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറഞ്ഞു മരണപ്പെടാൻ കഴിയുകയില്ല എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് സ്വായത്തമാക്കിക്കോ. നാവിന്റെ ദിക്റും സ്വലാത്തും നന്മകളുടെ ചർച്ചകളും. റമളാനല്ലേ വരുന്നത്, കണ്ണുനീരിന്റെ ഇഅ്തികാഫിന്റെ തറാവീഹിന്റെ മാനസികമായ ഈമാനിന്റെ മാധുര്യത്തിന്റെ നിമിഷങ്ങൾ കടന്നു വരുമ്പോ ആ സമയങ്ങളിൽ ചെയ്തു പോയ പാതകങ്ങൾ അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞിട്ടോ മനസ്സിനെ കഴുകി ശുചീകരിച്ചോ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നാവ് കൊണ്ട് നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിച്ചാൽ അയാൾ അടുത്തുപോയി പൊരുത്തം ചോദിക്കുന്നത് വരെ പിന്നെ ആ പാവം അള്ളാഹ് പൊറുക്കൂല. അതാണ് ഇത് സൂക്ഷിക്കാൻ പറഞ്ഞത്. ബാക്കി നമ്മളിപ്പോ എന്ത് ചെയ്താലും നമുക്ക് അള്ളാഹു താല പുറത്തു തരും. വ്യഭിചരിച്ചു, കള്ളു കുടിച്ചു, കരഞ്ഞു വിളിച്ചു ദുആരന്നു, പിറ്റേന്ന് പോകാൻ പാടില്ല. അതോട് നിർത്തിക്കൊള്ളണം. റമളാന് മുമ്പ് വരെ കുപ്പി, റമളാന് തൊപ്പി, റമളാൻ കഴിഞ്ഞ് കുപ്പി എന്ന് പറയണ പോലെ നമ്മള് ഒരു പശ്ചാത്താപം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ അടുത്തതിലേക്ക് നമ്മൾ പോകരുത്. പശ്ചാത്താപം സ്വീകരിക്കണമെങ്കിൽ ആ പഴയ തെറ്റിലേക്ക് പിന്നെ മടങ്ങാൻ പാടില്ല. പശ്ചാത്താപം അല്ലാഹുവിന്റെ മുന്നിൽ സ്വീകരിക്കണമെങ്കിൽ ആ തെറ്റിലേക്ക് അല്ല യഊദ ഇലൈഹ, ഒരിക്കലും ആ തെറ്റിലേക്ക് പോകൂല എന്ന ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് വേണം കരഞ്ഞു വിളിച്ച് ദുആ അരക്കാൻ. എങ്കിലേ ആ ഇജാബത്തുള്ളൂ. ആ പശ്ചാത്താപത്തിന് ഇല്ലെങ്കിൽ അത് സ്വീകാര്യോഗ്യമല്ല. പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാവ് കൊണ്ട് കളവ് പറയുന്നതിനുള്ള തീരുമാനം നമ്മൾ ഒഴിവാക്കുക. കളവ് പറയുക, അല്ലെങ്കിൽ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുക, ഈവത്ത് പറയുക, ഏഷണി കൂട്ടുക, ഇതൊക്കെ നാവിന്റെ തെറ്റുകളാണ്. ഇത് അള്ളാഹു പുറത്തു തരണമെങ്കിൽ നാം അയാളടുത്ത് പോയിട്ട് പൊരുത്തം ചോദിക്കണം. ആരോടാണോ നമ്മൾ പറഞ്ഞത് അയാളോട് പോയിട്ട് പൊരുത്തം ചോദിക്കണം. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയൊക്കെ ഇവിടെ പല ഹജ്ജിന് പോകുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഒരുപാട് പേര് ഹജ്ജിന് പോകുന്നവരുണ്ട്. നീ ഹജ്ജിന് വേണ്ടി കൊരിയോട് പള്ളിക്കകത്തിരുന്നു കൊണ്ട് കരഞ്ഞു ദുആരന്ന് ഉസ്താദിന്റെ പ്രസംഗം കേട്ടുകൊണ്ട് മനസ്സുരുകിയിട്ട് ഹജ്ജിന് വേണ്ടി അതിന്റെ വീട്ടിൽ നിന്റെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വാഹനത്തിലേക്ക് കയറുമ്പോൾ ആ വാഹനം മുന്നോട്ട് പോകുമ്പോൾ അതേ കട്ടറിൽ നിറച്ച് വെള്ളം കിടക്കുകയാണ്. ആ വെള്ളത്തിലേക്ക് വാഹനത്തിന്റെ ടയറങ്ങോട്ട് ഇറങ്ങുമ്പോ റോഡിന്റെ വക്കിൽ നിന്ന ഒരു സഹോദരന്റെ ശരീരത്തിലേക്ക് ചെളിവെള്ളം തെറിച്ചു വീണാൽ ഇറങ്ങി അവന്റെ പൊരുത്തം ചോദിക്കാൻ കഅബാലയത്തിലേക്ക് പോവാ. പൊന്നുപോലെ നിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കൂല. മനുഷ്യ മനസ്സു നൊന്താൽ പിന്നെ അള്ളാന്റെ മുമ്പ് വന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അള്ളാനത് വെറുപ്പാണ്. പറഞ്ഞില്ലേ, ചില ആൾക്കാരൊക്കെ ഗൾഫിൽ പോയി അറബിയം പറ്റിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങളെ ഞാൻ ഹജ്ജിന് കൊണ്ടുപോവാ, നിങ്ങളെ ഹജ്ജിന് കൊണ്ടുപോവാ, 4 ഹജ്ജ് ഞാൻ ചെയ്ത് പെമ്പർ നോത്തി 3ാമതാണ് പോണത്, എന്റെ നാത്തു 4ാമതാണ് പോണത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു രൂപയെങ്കിലും ഹറാമുണ്ടെങ്കിൽ നിന്റെ ഹജ്ജ് സ്വീകരിക്കൂല. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് മനുഷ്യരുമായി ബന്ധപ്പെട്ട പാപത്തിൽ ഏറ്റവും പരാരകരമായത് അവന്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തലാ. നാം ഈ രാത്രിയില്, ഈ സുന്ദരമായ ശഅബാന്റെ രാത്രിയില് തശഅബാലൈക്കും മിനസ്സമാഇ ബറകാതുഹു, ആകാശത്തിൽ നിന്ന് ബറക്കത്തിറങ്ങുന്ന ശഅബാന്റെ രാത്രിയില് ഈ സുന്ദരമായ പന്തലിന്റെ അകത്തിരുന്നുകൊണ്ട് ചിന്തിച്ചു നോക്കുക. ഈ നാവ് കൊണ്ട് എത്ര പേര് വ്രണപ്പെടുത്തിയിട്ടുണ്ട്, എത്ര പേര് നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട്, എത്ര പേർക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞിട്ടുണ്ട് അല്ലാഹ് എന്ന് ചിന്തിച്ചിട്ട് അവരോട് പൊരുത്തം ചോദിച്ചോ. മാറ്റിവെക്കണ്ട. ഉമ്മയോട് പോലും ഉപ്പയോട് പോലും എന്റെ പ്രിയമുള്ളവര് നമ്മുടെ നാവ് കൊണ്ട് മോശത്തരം പറഞ്ഞിട്ടില്ലേ? അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുക, നിന്റെ ലക്ഷ്യമാവുന്ന സ്വർഗത്തിലെത്താനുള്ള, അള്ളാന്റെ പൊരുത്തത്തിലെത്താനുള്ള ഒന്നാമത്തെ മാർഗമാണ് മുത്തുനബി പറഞ്ഞു തന്നത്.
എന്തു പറഞ്ഞാലും സത്യം മാത്രം പറയുക. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ എങ്ങനെയാണ് നാവിനെയാണ് അവർ ആദ്യം പരിശുദ്ധമാക്കുന്നത്. ചില ആൾക്കാരുണ്ടല്ലോ, നമ്മൾ എന്തു പറഞ്ഞാലും തിരിച്ചിങ്ങോട്ടൊന്നും മിണ്ടൂല, കേട്ടോണ്ട് നിൽക്കും. ചില പള്ളിയിലെ ഉസ്താദുമാരൊക്കെ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് ആരൊക്കെ എന്തെല്ലാം പറയും, തിരിച്ചൊരു മറുപടിയും കൊടുക്കൂല. പെട്ടിയെടുക്കും, വേറൊന്നും എടുക്കാറില്ല. നമുക്ക് ഒരു ജാലര ടിന്നിങ് കാണും, ഒരു സൊല്യൂഷൻ സോപ്പും കാണും, പിന്നെ ഒരു കീറിയ തോർത്ത് കാണും തലവടക്കായിട്ട്. അതുകൊണ്ട് എടുത്ത് 50 ചില കവർണത്താക്കി ഒരൊറ്റ പോക്ക്. ഒന്നും മിണ്ടാതെ പോകുന്ന മഹല്ല് സൂക്ഷിച്ചു. ഒന്നും മിണ്ടാതെ ഒരു ഉസ്താദ് പോയാൽ അത് വളരെയധികം ഭവിഷ്യത്ത് പിന്നീട് ഉണ്ടാക്കും. എന്തെങ്കിലും മിണ്ടി ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയാൽ കുഴപ്പമില്ല, മിണ്ടാതിരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. നമ്മൾ ചില ആൾക്കാരുടെ പോയി ഭയങ്കരമായിട്ട് ചൂടാവും, എന്തിനാ അങ്ങനെയുള്ള ഇങ്ങനെ നീ എന്തിനാ അങ്ങനെ ചെയ്തത്, അപ്പൊ ഒന്നും മിണ്ടിലേക്ക് നമ്മൾ പറയും ഒന്നും മിണ്ടല്ലോ കുഴപ്പം. അവിടെ മിണ്ടാത്തവനെ സൂക്ഷിക്കണമെന്ന പ്രശ്നമാണ്. അത് പക്ഷെ തിരിച്ചു വല്ല ചൂടാവണമെങ്കിൽ അതോടുകൂടി തീർന്നെന്ന് വിചാരിക്കാം. ഒന്നും മിണ്ടാതെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പ്രശ്നമാണ്, ഉരുകിപ്പോകും. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് നാവിനെ സംരക്ഷിച്ചിട്ടാണ് പിന്നെ ആത്മീയതയുടെ വഴിത്താരയിലേക്ക് ഇറങ്ങി തിരിച്ചത്. തങ്ങളെ കുറിച്ച് പറയുന്നവരെന്താ? കള്ളം പറയല്ല എന്നും ചൊന്നാരേ, കള്ളന്റെ കയ്യില് പൊന്നു കൊടുത്താരേ. ഇൽമ പഠിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച പൊന്നുമോൻ മുഹീദ്ദീനോട് മാതാവ് പറഞ്ഞു, മോനെ ആരെ കണ്ടാലും കളവ് പറയല്ലേ, തല പോയാലും പൊന്നുമോനെ ഒരാളോടും കളവ് പറയല്ലേ. കള്ളന്മാര് പിടിച്ചു നിർത്തിയപ്പോൾ നിന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ തന്നയച്ച കുറച്ച് നാണയമുണ്ടെന്ന് പറഞ്ഞ് ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് എടുത്തു കൊടുത്തു. അവര് പറഞ്ഞു, ഇങ്ങനെയുണ്ടോ മനുഷ്യര്, സാധാരണ ഉള്ളതില്ല എന്നാണ് പറയാ. നീ നിന്റെ കയ്യിലുള്ള നാണയത്തൊട്ടുകൾ നമുക്കെടുത്തു തന്നു എങ്കിൽ എന്താണ് അതിന്റെ കാരണം? കള്ളം പറയല്ല എന്നും ചൊന്നാരേ, എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു വിട്ടതാണ് മോനെ, ഒരിക്കലും ഒരാളോടും കളവ് പറയാ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞത്. ബഹുമാനപ്പെട്ട അഹ്മദ് അൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ചരിത്രമോ, 40 നാളാവർ മുന്നിൽ ഫാനിൽ വന്ന് നാവാലൊരു വാക്കും ചൊല്ലിലാന്നോർ. 40 ദിവസം ദുനിയാവിന്റെ ഒരു അക്ഷരവും മിണ്ടാതിരുന്നു എന്നാണ്. അള്ളാഹു കാക്കട്ടെ. ഒരു 5 മിനിറ്റ് ഉണ്ടായിരിക്കാൻ പറ്റുമോ നമുക്ക്? അപ്പൊ തന്നെ പോക്കറ്റിൽ കിടന്ന് വൈബ്രേഷൻ, മൊബൈൽ വൈബ്രേഷൻ. പള്ളിക്കകത്ത് കയറിയാലോ അത്തഹിയാത്ത് അങ്ങോട്ട് കഴിയാനും സുജൂദി പോകുമ്പോൾ പറയാം, അളിയാ പിന്നീട് നമസ്കാരത്തിലൊക്കെ ഇതെന്നെ പരിപാടി. മിണ്ട 24 മണിക്കൂർ നമ്മൾ ഈ ഇച്ചിരി ഫെവിക്കോൾ വാങ്ങിച്ച് ചെവിയിലങ്ങ് തേച്ചു, അതാണ് വൃത്തി. കൈ വർക്കുണ്ടല്ലോ എപ്പോഴും ഇതാ. നമ്മുടെ നാവ് ഈ തരത്തിലൊക്കെ പോയില്ലേ. മൊബൈല് ഏറ്റവും വലിയ കള്ളം പറയാം. മൊബൈല് പോലെ വേറൊരു ആയുധം ലോകത്തുണ്ടോ? കുരിയോട് ചായക്കടനെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്, പൈസ കൊടുക്കാനുള്ളവൻ വിളിക്കുകയാണ്, എടാ നീ എവിടെ? ഒരു 10-25,000 മാറ്റിന് ഇവിടെ നാളെ ഏറെയാലും ഇവിടെ ഞാൻ എറണാകുളത്തോടെ ഇനി വരുമ്പോ ഒരാഴ്ച കഴിയൂടാ. ശരിയടാ, അപ്പൊ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല, ഓക്കെ ശരി. ചായ അടിച്ചോണ്ടിരിക്കണത് നോക്കാം, അല്ല ഇവിടെ എറണാകുളം എപ്പോഴേ മൊബൈല് കയ്യിലിരിക്കുക. അവൻ ചിലപ്പോ പള്ളിയുടെ മൂത്രപ്പര നിൽക്കുകയായിരിക്കും, മറ്റോ അവ എറണാകുളത്ത്. മൊബൈൽ ഉള്ളത് കൊണ്ടല്ലേ. അങ്ങനെ എത്ര സഹോദരിമാര് ഭർത്താക്കന്മാരോട് കള്ളം പറഞ്ഞു. ആറ്റിങ്ങൽ ഡ്രീംസിൽ അപ്പുറത്തുള്ളവർ വണ്ടി പിടിച്ച് സിനിമയ്ക്ക് പോയപ്പോ സ്ഥലമില്ലെങ്കിലും കൂടെ ഉന്തിത്തള്ളി കയറിയിരുന്നിട്ട് മച്ച വിളിച്ചു ചോദിച്ച് എവിടെ പോവാണ്? ഭീമാപ്പള്ളി സിയാറത്തിന് പോവാണ് വച്ചാ. വിളിച്ചു പറഞ്ഞിട്ടില്ലേ, കളവ് പറഞ്ഞിട്ടില്ലേ? ഇതെല്ലാം കാണുന്ന വളർന്നു വരുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളില് കള്ളത്തരത്തിന്റെ ആശാട്ടികളായി മാറൂലേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വകുനൂ മസ്സാദിഖീൻ. നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെയാവുക. വിശദീകരിക്കാൻ നേരമില്ല. രണ്ടാമത്തെ മാർഗമാണ് അള്ളാഹുവിന്റെ ഹബീബായ മുത്തുനബി നമ്മുടെ പടച്ചതമ്പുരാന്റെ പൊരുത്തത്തിലേക്ക് ജന്നത്തിലേക്ക് എത്താനുള്ള രണ്ടാമത്തെ മാർഗം നമുക്ക് തുറന്നു തരികയാണ്. വാക്തത്വ ലംഘനം നടത്താൻ പാടില്ല. കരാറ് ചെയ്താൽ കരാറിനെ പൂർത്തീകരിക്കുക. ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പണ്ടൊക്കെ മാദിനി ഉസ്താദൊക്കെ ഒന്ന് പ്രസംഗിക്കുമ്പോ സിമന്റ് കൊടുക്കാൻ ആരാ മക്കളെ 50 പാക്കറ്റ്, ഉടനെ അവിടെ നിന്നോട് അബൂബക്കർ 101 പാക്കറ്റ്, ഓക്കെ. എല്ലാം കഴിഞ്ഞ് ആവേശമൊക്കെ കഴിഞ്ഞ് സ്റ്റേജൊക്കെ പൊളിച്ചു പോകുമ്പോ സെക്രട്ടറി ഇവിടെ എങ്ങാനും ഉണ്ടാ? ഇല്ലേ. പിന്നെ 101 പാക്കറ്റൊന്നും ഇപ്പൊ പറ്റൂല.
ആവേശം കൊണ്ട് ചാടി വാക്ക് പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ മജ്‌ലിസാണ്, അള്ളാഹിന്റെ പള്ളിയാണ്, ദീനിന് വേണ്ടി കൊടുക്കണ വാക്കാണ്. അതൊക്കെ അവിടെ രേഖപ്പെടുത്തി വെക്കും. കരാറ് പൂർത്തീകരണം ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. കരാറ് ചെയ്താൽ അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള വാക്ക് മാത്രം പറയാൻ തൗഫീക്ക് തിരുമാറാകട്ടെ. ഭാര്യ ഭർത്താക്കന്മാരുടെ ബാധ്യതകളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ ഭർത്താവ് ഭാര്യയോട് കാണിക്കേണ്ടുന്ന കടമകൾ എണ്ണി പറയുമ്പോ മൂന്നാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരുന്നെന്നറിയോ? ഭർത്താവ് ഭാര്യയോട് വാക്കു പാലിക്കണമെന്നാണ്. ഒരുങ്ങി നിന്നോ, 6 മണിയാകുമ്പോ ഞാൻ വരാം, കൊച്ചാപ്പാടെ വീട്ടിൽ പോകണം, കുളിക്കാത്ത മക്കളെയും കുളിപ്പിച്ച് കഴുകാത്ത സാരിയും കഴിവ് തേച്ച് വിരിക്ക് താത്ത സീരിയലിന്റെ കണക്ഷനൊക്കെ ഊരിയിട്ട് കാത്തിരിക്കും. ഇന്ന് മച്ചാരോട് ഒരു യാത്ര ഇല്ലെന്ന് പറഞ്ഞ് ഒരുങ്ങിയിരിക്കും. മച്ച 6 മണിക്കും വന്നില്ല, 60 മണിക്കും വന്നില്ല. ഗൾഫിൽ നിന്ന് ഒരു കൂട്ടുകാരൻ വന്നപ്പോ അവന്റെ പാർട്ടിയായിരുന്നു നിലമേൽ. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ 1:30 മണിയായി. ആ സമയത്ത് പിണങ്ങിക്കഴിയാണ് സഹോദരി. അള്ളാഹുവിന്റെ ഹബീബ് പറയാ, ഭാര്യയോട് വാക്കു പാലിക്കാത്തവൻ ഉത്തമ കുടുംബനാഥനല്ല. അവിടെ പോകാൻ ഒരുങ്ങി നിന്നോ, ഇവിടെ പോകാൻ ഒരുങ്ങി നിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് വാക്കുപാലിക്കാത്തവനില്ലേ, അവൻ ഉത്തമ കുടുംബനാഥനല്ല. മാത്രമല്ല വാക്കുപാലിക്കാത്തവൻ മുനാഫിഖാണ് എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, കപട വിശ്വാസികൾ, അള്ളാഹുവിനെ പറ്റിച്ച് ജീവിക്കുന്നവർ, അതാണ് കപടന്മാർ. രൂപം മാത്രമേ ഉള്ളൂ ഭംഗി. അള്ളാഹുവിനെ പറ്റിച്ച് ജീവിക്കുന്നവർ, അവരുടെ അടയാളത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിൽ ആദ്യം പറഞ്ഞതുമുണ്ട്, ഇദാ ഹദ്ദസ കദബ, സംസാരിച്ച കള്ളം പറയും. രണ്ടാമത്തേതോ ഇദാ വഅദ അഖ്ലഫ, വാക്ക് പറഞ്ഞാൽ അതിന് എതിര് പ്രവർത്തിക്കുന്നവനാണ്, വാക്തത്വ ലംഘനം നടത്തുന്നവരാണ്. ലോകത്താദ്യമായി വാക്തത്വ ലംഘനം നടത്തിയതാരെന്നറിയോ? വാക്ക് പറഞ്ഞിട്ട് പാലിക്കാത്തതാരെന്നറിയോ? അവർക്ക് അല്ലാഹു കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഹവ്വാ ബീവിയോടും അല്ലാഹു പറഞ്ഞു, വലാ തഖറബാ ഹാദിഹി ശജറ, സ്വർഗത്തിലുള്ള എല്ലാ ഫലങ്ങളും നിങ്ങൾ കഴിച്ചോ, എല്ലാ ഫലവർഗ്ഗങ്ങളും നിങ്ങൾ കഴിച്ചോ, പക്ഷേ ഹാദിഹി ശജറ, ഈ വൃക്ഷത്തിൽ മാത്രം തൊടരുത് അല്ലാഹു പറഞ്ഞതാണ്. വാക്കു പറഞ്ഞു ആദം നബി, ഇൻഷാ അല്ലാഹ് ഞാൻ ഏറ്റുപടച്ചവനെ തൊടൂല. എന്നിട്ടോ ആ ഫലത്തിന്റെ പഴം കഴിച്ചു പോയല്ലോ. ആ ഫലത്തിലുള്ള മുഴുവൻ സുഖവും ഇങ്ങനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ബീവി അലൈഹിസ്സലാമയിലൂടെ കഴിച്ചു പോയല്ലോ. അതുകൊണ്ട് അല്ലാഹു അവർക്ക് ചെയ്ത ശിക്ഷ എന്താണ് എന്റെ പ്രിയമുള്ളവരെ? അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. വാക്ക് പറഞ്ഞിട്ട് പാലിക്കാത്തവർക്ക് കിടക്കാനുള്ള സ്ഥലമല്ല സ്വർഗം. ഓൻകുട്ടി വൈദ്യര് പറയുകയാണ്, നാഗപതിയിൽ ആദം നബീനല്ല പടച്ചാണ്, നാരീ ഹവ്വാ ബീവി രണ്ടാളും ഒരുമിച്ചാണ്. ഏകപഴം തിന്നരുതെന്നിറയോന്നറിയിച്ചാണ്. അന്നേ പീറകെ മലോനവിടന്ന് ചതിച്ചാണ്. വന്നിട്ട് നിന്നിട്ട് എന്താണിപ്പഴം നിങ്ങളെടുത്ത് തിന്നാത്ത് ജന്നാത്ത് കണ്ണിലുള്ള കനിയൊക്കെ ഇലും മികജാതിയാണ്. ആദരയുമയാദര പഠിക്കാറയെന്ന് പാടി അമ്മുശീലവരാടി ചെന്നുപഴം പറിച്ചോടി വന്നു പറിച്ചത് കൂടി ചിന്നവ സങ്കല സങ്കര ശുങ്കിയും ചങ്കയിളങ്ങി വിളങ്ങി വിശുങ്കിയും ആകെ ചുറ്റലകത്തൊരകത്തനമായി തിരുമിത്തരിമത്തിരിമുത്ത് നബിയുള്ള ജന്മദിനൂറ് മുഹമ്മദരാകിയ ആരം മക്കളിലൊക്കെ മികക്കരുതൊക്കെ വിളക്കളിമൊക്കിയ മക്കനകർക്കരിക്ക ഹബീബുള്ള. ആരാ പറഞ്ഞത് ഇസ്ലാമിൽ പാട്ടില്ല എന്ന്? പാടാൻ അറിഞ്ഞുകൂടെങ്കിൽ പ്രസംഗിച്ചാൽ മതി. പാട്ടില്ല എന്ന് ആരാ പറഞ്ഞത് ഇസ്ലാമിൽ? ഈ 4 വരികളിലൂടെ ഇസ്ലാമിക ചരിത്രം 100 പുസ്തകത്തിൽ എഴുതി തീർക്കാൻ പറ്റാത്ത ചരിത്രത്തിന്റെ ഉള്ളറയാണ് മോയിൻകുട്ടി വൈദ്യര് പഠിപ്പിച്ചു തരിക. പുന്നാര നിബിധങ്ങൾ പാട്ടിൽ ഇഷ്ടപ്പെടാത്ത ആളാ. പാടാൻ അറിഞ്ഞുകൂടാത്ത ചില ആൾക്കാർ പറഞ്ഞ എന്താണെന്നറിയൂ? പാട്ടിൽ എന്തിരിക്കുന്നു? എന്താ ഉള്ളത്? അള്ളാന്റെ ഹബീബാര പ്രവാചകന്റെ റൗളയുടെ കവാടം ആദ്യമായി ചരിച്ചത് പ്രസംഗം കേട്ടിട്ടല്ലോ. ഉമർഗാലിയുടെ നാവിൽ നിന്ന് ഇത്തുവീണ പ്രവാചക പ്രേമ പ്രളയത്തിന്റെ നീര് ഒത്തി കണ്ടിട്ടാണ് അള്ളാന്റെ ഹബീബിന്റെ റൗളയുടെ കവാടം കുലുങ്ങിയത്. എന്തുകൊണ്ടാ? ഉമർഗാലി പാട്ടുപാടിയപ്പോഴാ.
അള്ളാന്റെ ഹബീബാര മുത്തുനബി കല്യാണത്തിന് പല സദസ്സും ചെന്നിട്ട് ചോദിക്കിട്ടുണ്ട്, പുതിയാപ്പളെ കുറിച്ച് മധു പാടാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അച്ഛേ, എന്ത് കല്യാണം ഇത്! ഇത് പറയുമ്പോ നിങ്ങൾ അണ്ടം കൊണ്ടാറ് ഉണ്ടക്കാരി കയറി പിടിക്കണ്ട. നിങ്ങൾ അതാ കുഴപ്പം, അതാ ഞാൻ പാടാത്തെ. എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങേയറ്റത്തിലേ പിടിക്കും, അതാ പ്രശ്നം. പാട്ട് ഇസ്ലാമിൽ ഉണ്ടെന്ന് പറയുമ്പോ നിങ്ങൾ യാർ റഹ്മാനാണ് എന്റെ ഷെയ്ഖ് എന്നും പറഞ്ഞ് മുരീദായിട്ട് നിക്കറും ചൊല്ലി വൈകി നടക്കും, അതാ കുഴപ്പം. അത് നമുക്ക് ആവശ്യമില്ല. ഇസ്ലാമിൽ പാട്ടുണ്ട്, ഇസ്ലാമിൽ പാട്ടുണ്ട്. ഉമർ ഖാദിയൊക്കെ എന്താ മഹാനാര കവിയാണ് ഉമർ ഖാദി റഹിമഹുല്ലാ, ഭയങ്കര കവിയാണ്. കുഞ്ഞുനാളിൽ ഉമർ ഖാദിയുടെ ഉമ്മ മരിച്ചു പോയപ്പോ, ഉമർ ഖാദിയുടെ ഉമ്മ മരണപ്പെട്ടു പോയപ്പോൾ നാട്ടുകാർ ഉമർ ഖാദിയുടെ ഉപ്പാനോട് പറഞ്ഞു, നിങ്ങൾ ഇനി എന്തായാലും ഉമ്മ മരിച്ചുപോയല്ലോ, ഉമറിന്റെ ഉമ്മ മരിച്ചുപോയി, അതുകൊണ്ട് നിങ്ങൾ കൊച്ചുകുട്ടിയായ ഉമറിനെ നോക്കണമല്ലോ, അതുകൊണ്ട് ഉമ്മയുടെ അനിയത്തി തന്നെ കെട്ടിക്കോടി, ഇനി പെണ്ണ് കരയ്ക്ക് നടക്കണ്ട. അപ്പൊ ഉമർ ഖാദി കൊച്ചുകുട്ടിയാ വന്നിട്ട് പറഞ്ഞു, വാപ്പാ ഈ പരിപാടി നടക്കൂല, കുഞ്ഞുമായോ ഞാനുമായിട്ട് അത്ര ശരിയല്ല, അതുകൊണ്ട് ആ പരിപാടി വേണ്ട. പാപ്പ പറഞ്ഞു, മോനെ കുഞ്ഞുമായി ഞാനുമായിട്ട് നല്ല ശരിയാ, ഞാൻ കെട്ടിക്കോളാം, നീ കെട്ടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഉമർ ഖാദി റഹിമഹുല്ലായുടെ വാപ്പ ഉമ്മ മരിച്ചപ്പോ കുഞ്ഞുമായി കെട്ടി. അന്ന് മുതൽ കുഞ്ഞുമായി മോനുമായിട്ട് ചെറിയ പ്രശ്നമാണ്. നേരത്തെ കല്യാണം മുടക്കാൻ മോനിങ്ങനെ അഭിപ്രായം പറഞ്ഞത് കൊണ്ട് തന്നെ കുഞ്ഞുമാക്ക് ഉമർ ഖാദിയോട് ചെറിയൊരു വെറുപ്പാണ്. അങ്ങനെ വെറുത്തിരിക്കുന്ന സമയം എന്റെ പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ഉമർ ഖാദിയോട് എന്നും പിതാവ് രാത്രി പറയാറുണ്ട്, തബാറക്കല്ലദീ ഓതണം, യാസീൻ ഓതണം, അതുപോലെ വാക്കിയ ഓതണം. ഇതെല്ലാം ഓതിയിട്ട് അവസാനം ഉറങ്ങുന്നതിന് മുമ്പ് അല്ലാഹ് പേരും തുതിയും സ്വലവാത്തും മൊഹീദ്ദിമാല പാടണം. ഇതൊക്കെ നിബന്ധനയായിരുന്നു വീട്ടില്. മൊഹീദ്ദിമാല ഇസ്ലാമിലുണ്ടോ ഇല്ല എന്നെ ചോദിക്കരുത്, ഉമർ ഖാദിയുടെ ചരിത്രം പറയണം, അപ്പൊ മറുപടി പറയാനുള്ള നേരമില്ല. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഇതൊക്കെ പാടണം എന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. നമ്മളാണെങ്കിലോ പാപ്പമാരിങ്ങനെ വിളിച്ചാൽ മിണ്ടാരി കളവാ ചെയ്യ കേട്ടെന്ന് പറയും, മക്കള് പറയും. നമ്മളും മക്കള് വരുമ്പോ വാപ്പ പറയും, മോൻ വരണം, ഞാൻ ഉണ്ടെന്ന് പറയില്ലേ, അടുക്കളയിൽ മോൻ വന്ന വാപ്പയാണ് അടുക്കളയിൽ പോയി തട്ടിന്റെ അടിയിലൊക്കെ പോയി ഒതുങ്ങിയിരിക്കും, പീടിയും വരച്ചോണ്ട്. മക്കള് കണ്ട അടി ഉറപ്പാ. മക്കളെ പേടിച്ച് ജീവിക്കുന്ന മാതാപിതാക്കളായി നമ്മൾ മാറിയില്ലേ? ഉമർ ഖാദി റഹിമഹുല്ലാ വിളിച്ചപ്പോ ഓടി വന്ന് മുമ്പ് ഇരുന്ന്, എന്താ വാപ്പ എന്തുകൊണ്ട് ഓതിരാന്നൊന്നും ചോദിച്ചില്ല. ഉമർ ഖാദി റഹിമഹുല്ലായുടെ മുമ്പ് മൊഹീദ്ദിമാല എടുത്തു കൊടുത്തൊരു ഓതറ ചെയ്ത്താനെ മൊഹീദ്ദിമാല ഞാൻ പറഞ്ഞ കേൾക്കുനാണെന്ന് പറഞ്ഞുകൊണ്ട് വരട്ടി. ഉമർ ഖാദി റഹിമഹുല്ലാ മൊഹീദ്ദിമാല എടുത്തു വെച്ചു. എന്നിട്ട് അങ്ങോട്ട് പാടി. എന്താണെന്നറിയോ പാടിയത്? കള്ളംപാറയല്ല എന്നുമ്മ ചൊന്നാരെ, കള്ളന്റെ കയ്യില് പൊന്നു കൊടുത്താരെ, ഉമ്മാന്റെ അനുജത്തി വാപ്പാന്റെ സൗജത്തി, കുശു കുശു മുപ്പത്തി തല്ലുമ്മ എന്നോവർ. ഇത് കേട്ടപ്പോ വാപ്പ പറഞ്ഞ, ആരെ അനിയത്തിയാടാ? മൊഹീദ്ദീന്റെ അനിയത്തിയാ, പറയടാ അങ്ങോട്ട്. അപ്പൊ വീണ്ടും പാടിയടാ, അർത്ഥത്തോടു കൂടി പറയടാ. ഉമ്മാരനിയത്തി വാപ്പാര വെണ്ടാട്ടി, കുശു കുശു മുപ്പത്തി തല്ലുമ്മ എന്നോ. ഇതെന്താടാ ഇത്? നിങ്ങളുടെ പെണ്ണുമ്പളെ കുറിച്ച് ഞാൻ എഴുതിയ മാലയാ, കുഞ്ഞുമ്മ മാല. 4 വരിയെ പാടിയോളൂ, 400 വരിയുണ്ടത് പാടിയെന്ന് എന്നെ തൊലാക്ക് സംഭവിക്കുന്നു. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റഹിമഹുല്ലാഹ് പ്രിയപ്പെട്ട ഉപ്പാര വാരിയെടുക്കുകയാണ്. എടുത്തിട്ട് പറഞ്ഞു, എന്റെ പൊന്നുമോനെ, വാപ്പനെ കുറിച്ച് എഴുതണ്ട, ഉമ്മനെ കുറിച്ച് എഴുതണ്ട, നിനക്കെഴുതാ പൊന്നാര നബിയെ കാണുന്നതെന്നാൽ, പൊന്നാര റൗളയിൽ പോകുന്നതെന്നാൽ, പൂമണം വീശുന്ന റൗളാസുവനത്തിൽ ചേരുന്നതെന്നാണ്, ഹൃദയം തൂകുന്നതെന്നാണ്. ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? പാട്ടുപാടാൻ അറിഞ്ഞുകൂടാത്ത പാറ ശബ്ദമുള്ളവര് പോലും പൊട്ടിക്കരയോട് ഈ വരികൾ കേട്ടാൽ, പൊന്നാര നബിതങ്ങള് റൗളാ ശരീഫിലെത്താ കൊതിയുള്ളവരുടെ മനസ്സ് വല്ലാതെ നന്നുപോലെ. മറ്റൊരു മഹാനാര കവിയല്ലേ ബഹുമാനപ്പെട്ട ഇമാമുന അബൂസിരി റഹിമഹുല്ലാഹ് അമിൻദൽ ഖുർദി എന്നോടൊന്ന് എന്ന് പറയുന്ന ബുർദക്കകത്ത് എഴുതിയതുപോലെ ഒരു വരി എഴുതാ മാത്ര സാഹിത്യത്തിന്റെ തലാപ്പിരിക്കുന്ന ഗായകന്മാർക്കോ എഴുത്തുകാർക്കോ ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ കവി ജീവിച്ചിരുന്നത് ഇസ്ലാമിക ചരിത്രത്തിലാണ്. ലോകത്തെ ഏറ്റവും നല്ല അർത്ഥമുള്ള പാട്ട് കൊണ്ട് നടക്കുന്നത് മുസ്ലിം സമുദായമാണ്. ആര് പറഞ്ഞു പാട്ടില്ലാന്ന്? ആരാ പറഞ്ഞതില്ലാന്ന്? നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. എന്റെ പ്രിയമുള്ളവരെ, പുന്നാര നബിതങ്ങളുടെ റൗളാ ശരീഫിൽ പോയി
മറുകാതെ റഹിമഹുല്ലാഹുവിന്റെ കണ്ണുനീര് ചാലിട്ടൊഴുകിപ്പോലെ ഇസ്ലാമിക നേതൃത്വം എവിടെ നിന്ന് നമുക്ക് വലിച്ചീരിക്കണോ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുമോ? അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബിയുടെ മധുഗീതങ്ങൾ എത്രയാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളറയിൽ ഒളിഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിഷയത്തിലേക്ക് മടങ്ങി വരിക. ആദ്യമായി വാക്തത്വ ലംഘനം നടത്തിയത് ആരാ? ഹവ്വാ ബീവിയും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദം നബി പാവപ്പെട്ടവൻ, ഹവ്വാ ബീവിയുടെ കൂടുതൽ കമ്പനി അടിച്ചപ്പോ കുടുങ്ങിപ്പോയതാ. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇബ്ലീസ് ചെന്നിട്ട് ആദ്യം താത്തായ പറയും ഭാഷ ചെയ്ത്, അങ്ങനെയാണ് സാധാരണ നടക്കുക. കാക്കായും കൂടെ അകത്തായി പോയി, രണ്ടുപേരും ഇപ്പൊ പുറത്തായി. ലംഘനം പാടില്ല. അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു അള്ളാന്റെ ഹബീബിന്റെ മുമ്പ് വന്നു പറഞ്ഞതെന്താ? ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ റസൂലേ, ഇനി ഒരു യുദ്ധമുണ്ടായ, ഇസ്ലാമിൽ ഇനി ഒരു യുദ്ധമുണ്ടായ, ആ യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ അനസ് ബിൻ നദറിന്റെ പോരാട്ടം എന്തെന്ന് നിങ്ങൾ അറിയും നബിയെ. റമദാനിന്റെ 10ാമത്തെ ദിവസം മുതൽ പിന്നെ ഇസ്ലാമിന്റെ യുദ്ധങ്ങളെ കുറിച്ച് പള്ളികൾ ചർച്ച ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. 17 രാവിലെ ഒരു ബദർ ദിനം മാത്രം പറഞ്ഞ് നമ്മളങ്ങ് ചുരുക്കിയാ പോലെ. ഇസ്ലാമിന്റെ യോദ്ധാക്കളെ കുറിച്ച്, യുദ്ധങ്ങളെ കുറിച്ച് ഇപ്പൊ ഇച്ചിരി വിവരം ആവശ്യമാണ്. കാരണം ഇസ്ലാമിന്റെ യുദ്ധങ്ങളെല്ലാം എന്തിനു വേണ്ടി നടന്നു എന്നറിയുമ്പോ ഈ നമ്മുടെ പരിസരത്തൊക്കെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ വന്ന് നമ്മുടെ കാല് പിടിച്ച് കരയും. അവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. അത് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് സമയവും ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മളതൊക്കെ പഠിക്കണം, അതൊക്കെ മനസ്സിലാക്കണം. വിഷയത്തിലേക്ക് മടങ്ങി വരാൻ അനസ് ബിൻ നദർ റളിയല്ലാഹു തആല, ഇനി ഒരു യുദ്ധമുണ്ടാരാൻ, ആ യുദ്ധത്തിൽ എന്റെ പോരാട്ട വീര്യം അള്ളാന്റെ നബിയെ നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവര് പോയി. ഉഹുദ് യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം ഒരൽപ്പമൊന്ന് തെറ്റിച്ചപ്പോൾ പിന്നിലൂടെ ഇസ്ലാമിന്റെ ശത്രുക്കൾ സുനാമി പോലെ കടന്നു വന്നുകൊണ്ട് സച്ചരിതരായ സഹാബത്തിന് അക്രമം പിടിച്ചു വിട്ടപ്പോൾ ബഹുമാനപ്പെട്ട അനസ് ബിൻ നദർ റളിയല്ലാഹു തആല ഓടിപ്പിടിച്ച വാളുമായിട്ട് വീറും വാശിയുമായിട്ട് ശത്രുപക്ഷത്തേക്ക് എറിച്ചു കയറുമ്പോൾ കുറച്ചുപേര് പറഞ്ഞു, നിങ്ങളുടെ പ്രിയപ്പെട്ട അനസ് കടന്നു പോവല്ല മോനെ, അവിടെ കടന്നു ചെന്നാൽ അപകടമാണ്, പൊന്നുമോനെ അപകടമാണ്, നിന്റെ പൊടി പോലും പിന്നെ തിരിച്ചു കിട്ടില്ല. ആ സമയത്ത് ബഹുമാനപ്പെട്ട അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹാബ, എന്റെ മുത്തായ നബിക്ക് ഞാൻ കൊടുത്ത വാക്കെന്തെന്നറിയോ? അടുത്ത ഒരു യുദ്ധത്തില് അനസിന്റെ പോരാട്ടം എന്തെന്ന് നബിയെ നിങ്ങൾ അറിയുമെന്ന് കൊടുത്ത വാക്കെന്റെ മനസ്സിന്റെ അകത്ത് നിറഞ്ഞു നിൽക്കാറ്. സ്വർഗം തടയല്ലേ, നരകം തുറക്കല്ലേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരന്നുകൊണ്ട് ആവേശത്തിന്റെ തീകോളം പോലെ ഉഹുദിന്റെ ഗണത്തിലേക്ക് പറന്നെത്തിപ്പോറ അനസ് ബിൻ നദർ റളിയല്ലാഹു തആല രക്തസാക്ഷിയായപ്പോൾ ഹദീസുകൾ പറയുക 80ഓളം മുറിവുകളാണ് ബഹുമാനപ്പെട്ട അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലുണ്ടായിരുന്നത്. മറ്റൊരഭിപ്രായത്തിൽ 80 കഷണങ്ങളായി ചിതറിക്കിടന്നു എന്നാണ്. അനസ് റളിയല്ലാഹു അൻഹു വാക്കുപാലിക്കാൻ വേണ്ടി മാത്രമാണ്, വാക്കുപാലിക്കാൻ വേണ്ടി അള്ളാന്റെ ഹബീബിന് ഞാൻ അന്ന് കൊടുത്ത വാക്ക് എനിക്ക് സംരക്ഷിക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചതാണ്. 3ാമത്തെ മാർഗത്തിലേക്ക് വരികയാണ്. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ 2 പടി കടന്നു നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, നാവ് കൊണ്ട് ഒരിക്കലും ഞാൻ ഇനി കളവ് പറയൂല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. 2ാമത് ആർക്ക് ഞാൻ എന്ത് വാക്ക് കൊടുത്താലും പാലിക്കുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. 3ാമതായിട്ട് പൊന്നാര നബിതങ്ങൾ പറയാ, വിശ്വസിച്ചാൽ വഞ്ചിക്കാൻ പാടില്ല. വിശ്വാസ വഞ്ചന ഈ സമുദായത്തിന് ചേർന്നതല്ല. അല്ലേ? ചില ചെറുപ്പക്കാർ പറയില്ലേ, ഉസ്താദേ, ഓ ഞാൻ കല്യാണ പന്തലിൽ ചെന്നപ്പോഴുണ്ടല്ലോ, ഞാൻ കണ്ടത് അനിയത്തിയായിരുന്നു, എനിക്ക് കെട്ടിച്ചെന്നത് താത്തച്ചിയായിപ്പോയി. ഞാൻ ചെന്നിരുന്ന അന്തം വിട്ടുപോയി. അന്നേ സഹോദരിമാരും പറഞ്ഞാ നമ്മളോട് ഒന്ന് പോയി നോക്കാടെന്ന്. ഞാൻ ഒന്നും കേട്ടില്ല. ഞാൻ വലിയ ചർവാണിയൊക്കെ വലിച്ചു കയറ്റി ചെന്നിരുന്നപ്പോ അതാ കിടക്കണ മൊണ്ടി താത്തച്ചി. അനിയത്തിയാണ് കാണിച്ചത്. അനിയത്തിയെ കാണിച്ചിട്ട് ചേട്ടത്തിയെ കെട്ടിക്കുന്ന സ്വഭാവം പല സ്ഥലത്തും ഉണ്ട്. ഇത് വിശ്വാസ വഞ്ചനയാണ്. ചേട്ടത്തിയെ കാണിച്ചുകൂടി, ഇഷ്ടമില്ലെങ്കിൽ കെട്ടണ്ട, പോട്ടെ, ഇഷ്ടപ്പെടുന്നവര് വരുമല്ലോ. കൈയില്ലാത്തവനും കാലില്ലാത്തവനും ഇവിടെ കല്യാണം നടക്കുന്നില്ലേ? അന്ധനും ബദിരനും കല്യാണം നടക്കും. ഈ അടുത്ത പത്രത്തിൽ കണ്ടില്ലേ? എന്റെ പ്രിയമുള്ളവരെ, സംസാരിക്കാനും കഴിവില്ല, കേൾക്കാനും കഴിവില്ല. നെറ്റിലൂടെ അതേപോലെ ജാസ്മിനും അജാസോ എന്തോ 2 പേരുള്ള കോഴിക്കോട് ജില്ലയാണ്. അങ്ങനെ നെറ്റിലൂടെ ഭർത്താവിനെ കണ്ടെത്തി 2 ഇണകൾ
പാണക്കാട് തങ്ങന്മാരുടെ അടുത്ത് പോയിട്ട് നിക്കാഹ് നടത്തി പൊരുത്തം ചോദിച്ച് വിദേശ രാജ്യത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസവഞ്ചന പാടില്ല. മാതാപിതാക്കൾ മക്കളെ 14, 15, 16, 17 വയസ്സാറ് പെൺമക്കളെ പഠിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നത് എന്ത് ധൈര്യത്തിലാണ്? ആ മക്കളിലുള്ള ഒരു വിശ്വാസമാണ്. നമ്മുടെ മക്കളെ 16 വയസ്സുകാരിയായ നമ്മുടെ മോളെ 17 വയസ്സുകാരിയായ നമ്മുടെ മോളെ നമ്മൾ കോളേജിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത് എന്ത് ധൈര്യത്തിലാ? ആ മോള് നമുക്ക് തരുന്ന വിശ്വാസത്തിന്റെ പേരിലാണ്. ചില വഴിതെറ്റി പോകാൻ നിൽക്കുന്ന പെൺമക്കളൊക്കെ ഉമ്മയോട് പറയും, ഉമ്മ പറയും, മക്കളെ ഞാൻ അറിഞ്ഞതൊക്കെ ശരിയാണോ? അപ്പുറത്തെ പയ്യൻ വന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പ്രശ്നമാണോ എന്ന് ചോദിക്കുമ്പോ ഉമ്മച്ചി വിഷമിക്കണ്ട, എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ഇത് വെറും കള്ളം, അടിയുടെ കുറവാണ്. ഒരു പെണ്ണിനെ സൂക്ഷിക്കാൻ പറ്റത്തില്ല, നിയന്ത്രണം വിട്ടുപോയ പോക്കാണ്. ഉമ്മാരെ മയക്കാനും തൊപ്പി വെച്ച വാപ്പാരെ മയക്കാനും വന്നിട്ട് പറയും എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ആർക്കറിയാം? ഇത് പറയണ, ഈ ഡയലോഗ് പറയേണ്ട പെണ്ണിനെ പ്രത്യേകിച്ച് സൂക്ഷിച്ചോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ അന്തരീക്ഷം അത്രത്തോളം മലിനമാണ്. ഒരു പെൺകുട്ടിക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഒരു സ്കാർഫം കാണും, ഇങ്ങനെ ഒന്ന് പിന്നി വിട്ടുപോയാൽ അതുപോലും ക്യാമറയിൽ പതിപ്പിച്ചെടുക്കുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ട് ഒരുപാട് ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ഭാര്യയെടുക്കെന്ന് നമ്മളെ കൊണ്ടുപോകല്ലേ, ഈ മക്കളെടുക്കെന്ന് നമ്മളെ കൊണ്ടുപോകല്ലേ. നമ്മൾ പോകാതിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാ. കുതിരപ്പറമ്പ് പള്ളിയിൽ കൊണ്ടുപോയി ഒരു വലിയ കബറിനകത്തേക്ക് കൊണ്ടുവച്ചു. ആ കബറിന്റെ പുറത്തങ്ങ് പലകയിട്ട് മൂടി, അതിന്റെ പുറത്ത് മണ്ണിട്ടു. കൊണ്ടുപോയി വെച്ചത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ. രാത്രി എത്ര ഇരുട്ടിയാലും ഭക്ഷണമുണ്ടാക്കി തന്നെ കാത്തിരുന്ന ഭാര്യ. തനിക്ക് സുഖമില്ലാതിരുന്നാൽ മരുന്നുമായിട്ട് തന്റെ അടുക്കൽ ഉറങ്ങാതിരുന്ന ഭാര്യ. തന്നെ കാണാതിരുന്നാൽ ഉറക്കം നഷ്ടപ്പെടുന്ന ഭാര്യ. പക്ഷേ ആ പ്രിയപ്പെട്ട ഭാര്യയെ കൊണ്ടുവച്ചു. എന്റെ ഭാര്യയുടെ അടുക്കേന്ന് എനിക്ക് പോകാൻ പറ്റുന്നില്ല. കുതിരപ്പറമ്പിലെ ഏതെങ്കിലും പുരുഷൻ ഭാര്യയുടെ മയ്യത്തടക്കിയിട്ട് രാത്രിയിൽ കബറിന്റെ അടുത്ത് ഉറങ്ങിയിട്ടുണ്ടോ? അതിനുള്ള ആർജവം കാണിച്ച ആരെങ്കിലും ഉണ്ടോ? 3 ദിവസങ്ങൾ കഴിഞ്ഞ തന്റെ പ്രിയതമ്മയുടെ അവസ്ഥ എന്തായി ഒന്നറിയാൻ എന്താ വഴിയെന്ന് നോക്കിപ്പോയിട്ട് ആരും അറിയാതെ കബറിന്റെ പുറത്തുനിന്ന് രാത്രിയിലൊന്ന് മണ്ണ് മാറ്റിയിട്ട് ആ പലകയൊന്ന് മാറ്റിയിട്ട് ലൈറ്റടിച്ച് തന്റെ ഭാര്യയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാൻ ആർക്കെങ്കിലും കഴിയാറുണ്ടോ? ആരെങ്കിലും ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരി, എന്റെ പ്രിയപ്പെട്ട സഹോദര, പിന്നെ നമ്മളെ സ്വീകരിക്കാൻ കല്യാണ വീട്ടിൽ പോകുമ്പോൾ ക്യാമറാമാൻ സ്വീകരിക്കാനുണ്ടായിരുന്നു. ഈ അവർക്ക് മറക്കാതെ പോയപ്പോൾ വെള്ളം തരാൻ ആളുണ്ടായിരുന്നു. ബിരിയാണി പിടിച്ചു കൊണ്ടുവച്ച് നിർബന്ധിച്ചിരുത്താൻ ആളുണ്ടായിരുന്നു. അത് നിർബന്ധിച്ച് തീറ്റിപ്പിക്കാൻ ആളുണ്ടായിരുന്നു. അഥവാ ഒരൽപ്പമെങ്ങാനും ഭക്ഷണത്തിലോ പരിഗണനയിലോ കുറവ് വന്നു പോയാൽ കടന്നൽ കുത്തുന്നോലെ നമ്മുടെ മുഖം വീർക്കുമായിരുന്നു. പക്ഷേ അവരിൽ കൊണ്ടുവച്ചാൽ പിന്നെ സ്വീകരിക്കാൻ വരുന്നത് ചിതലും പുഴുക്കളും താവളം വരുത്തുന്നതിൽ സന്തോഷമാണ് അവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. പിന്നെ സ്വീകരിക്കാൻ വരുന്ന ചെവലാണ് മക്കളെ, പുഴുക്കളാണ് മക്കളെ. ആദ്യം ചെവലും പുഴുക്കളും കടന്നു പിടിക്കുന്നത് ഈ കണ്ണുകളാ മക്കളെ. എല്ലാ സീരിയലുകളും കണ്ട കണ്ണ, എല്ലാ സിനിമകളും കണ്ട കണ്ണ, എല്ലാ ഹറാമുകളും കണ്ട കണ്ണ, എല്ലാ ഹറാമുകളും വായിച്ച കണ്ണ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നോക്കി സന്തോഷിപ്പിക്കുന്ന കണ്ണ, ലോകം കണ്ട കണ്ണ. ആ കണ്ണാണ് പുഴുക്കളാദ്യം തിന്നുന്നത്. ആ കണ്ണിലേക്കാണ് ചിതലാദ്യം പിടിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ചുണ്ടാ, ഏറ്റവും മധുരമായ ചുണ്ടാണ്. ആ ചുണ്ടാണ് പിന്നെ പുഴുക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് രണ്ടും അങ്ങ് തിന്നു കഴിഞ്ഞാൽ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ സബ്ബൻ നബിയ, അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത വിളിച്ചു, അള്ളാന്റെ റസൂലിനെ വേദനിപ്പിച്ചു. അബൂബക്കർ സിദ്ദീഖ് സ്വന്തം മകനാണ്, അബൂ ഖുഹാഫയുടെ ബീജത്തിൽ ജനിച്ച മകനാണ്. അബൂ ഖുഹാഫയുടെ അടുത്തിരിക്കുമ്പോ മുഹമ്മദ് മുസ്തഫ തങ്ങളെ തെറി പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖിന് സഹിച്ചില്ല, തന്റെ പിതാവാണെന്ന് നോക്കിയില്ല. അബൂബക്കർ സഖത്തൻ, ഒരൊറ്റ വീക്കങ്ങോട്ട് വാപ്പാട് കരണക്കുറ്റിക്കിട്ട് കൊടുത്തു. അദ്ദേഹം നിലംപതിച്ചു. വാപ്പായ മകൻ ആരെ ചീത്ത വിളിച്ചേന? റസൂലുള്ളാഹി തങ്ങളെ ചീത്ത വിളിച്ചതിന് സ്വന്തം വാപ്പാടെ കരണക്കുറ്റി ഒരൊറ്റ വീക്ക് നല്ല വീക്ക കൊടുത്തത്. അതാണ് ഹദീസിൽ കാണാം, വീണ് ആള് താഴെ വീണ് ഒരൊറ്റ അടിക്ക്. എന്നിട്ടോ നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് വദകറ ദാലിക ലിന്നബിയ്യ, നബിയേ അങ്ങയെക്കുറിച്ച് മോശമായി എന്റെ ഉപ്പ പറഞ്ഞുപോയി, തെറി പറഞ്ഞുപോയി നബിയേ, ചീത്ത വിളിച്ചുപോയി നബിയേ. ഈ അബൂബക്കറിന് സഹിക്കാൻ കഴിഞ്ഞില്ല ഹബീബേ, എന്റെ വാപ്പയെ ഒരൊറ്റ അടി ഞാൻ അടിച്ചു, എന്റെ വാപ്പ നിലംപതിച്ചു നബിയേ. ഖാലൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് ചാടി എഴുന്നേറ്റ് അബൂബക്കറിനോട് ചോദിച്ചു, അഫഅൽത യാ അബൂബക്കർ, ഏ അബൂബക്കർ നീ അങ്ങനെ ചെയ്തോ? ഖാല നഅം യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങനെ ചെയ്തു നബിയേ. ഖാല ലഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അബൂബക്കറിനോട് പറഞ്ഞു, ലാ തഉദ്